നമ്മൾ യോഹന്നാൻ സ്ലീഹയുടെ സുവിശേഷം തുടങ്ങുമ്പോൾ അതിൻ്റെ 14, 18 വാക്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, പിതാവിൻ്റെ ഏകജാതൻ്റെതായ മഹത്വം. 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവത്തെ ആരും നേരിട്ട് കണ്ടിട്ടില്ല, ആകെ ഒരാളെ കണ്ടിട്ടുള്ളൂ. ആര്? ദൈവം തന്നെയായ പുത്രൻ. പിതാവിനോട് ഗാഢബന്ധം പുലർത്തിയ ആ പുത്രനാണ് ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തിയത്. എന്ന് വെച്ചാൽ നമ്മളൊരു വിശുദ്ധ കുർബാനയിൽ, നമ്മളൊരു ആരാധനയുടെ മണിക്കൂറിൽ നമ്മൾ വചനം കേൾക്കുന്ന സമയത്ത് ഈശോയെ കാണുമ്പോൾ ദൈവത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വചനം വായിക്കുമ്പോൾ ഈശോയെ, ദൈവത്തെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈശോയിൽ നമുക്ക് വെളിപ്പെട്ട് കിട്ടിയത് നമ്മുടെ ഏക ദൈവം, നമ്മുടെ ഏക രക്ഷകൻ. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറ ഹല്ലേലൂയാ. ഈശോയെ നോക്കിയാൽ നമ്മുടെ ലൈഫ് മൊത്തം വെട്ടമായി, തെളിച്ചമായി. ഈ ക്രിസ്മസ് കാലത്ത് ഇരുട്ടിലൂടെ, വേദനയിലൂടെ, സങ്കടത്തിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ, പ്രാർത്ഥിച്ചിട്ട് ചില സമയത്ത് ഉത്തരം കിട്ടാതെ പോകുമ്പോൾ, നിരാശയുടെ പടുകുഴിയിലേക്ക് കൂപ്പൂത്തി വീഴുമ്പോൾ ഇപ്പോഴും വെട്ടം തരേണ്ട ഒരു കാര്യം, വെളിപ്പെട്ട് കിട്ടിയ ഒരു ദൈവം, സ്വയം വെളിപ്പെടുത്തിയ ഒരു ദൈവം, വചനം മാംസമായൊരു ദൈവം, ജീവൻ നൽകുന്ന ഒരേ ഒരു ദൈവം ഈശോ ഇപ്പോഴും എൻ്റെ കൂടെയുണ്ട്. എനിക്കായി ഒരു രക്ഷകൻ, കർത്താവായ യേശു ഇന്ന് ജനിച്ചിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറ ഹല്ലേലൂയാ. ആ ദൈവത്തെ നമ്മളൊന്ന് വിശ്വസിക്കാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചൊരുങ്ങാണ്. എന്ന് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്, ഞാൻ ഈ കഴിഞ്ഞ നമ്മുടെ ഒരു ഹീൽ ധ്യാനം കഴിഞ്ഞ ആഴ്ച ഉണ്ടാകും. അപ്പോൾ ആ ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് ഒരു പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഇടയ്ക്ക് കിട്ടിയ ഒരു കുഞ്ഞ് ത്രെഡാണ്. നമ്മൾ ഒത്തിരി അധികം വായിച്ചിട്ടുള്ള, ഒത്തിരി അധികം ചിന്തിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമുണ്ട് പഴയ നിയമത്തിലെ വിശ്വാസികളുടെ പിതാവ്. ആര്? അബ്രാം. ഈ അബ്രാമിനെ കുറിച്ച് നമ്മൾ ഒത്തിരി വായിച്ചിട്ടുണ്ട്. അബ്രാം അബ്രഹാമായിട്ട് മാറുന്നു, ദൈവം വാഗ്ദാനം ചെയ്യുന്നു, പിന്നീട് ഉടമ്പടി ചെയ്യുന്നു. ഞാൻ ഇന്ന് നിങ്ങൾ നല്ല ശ്രദ്ധയോടുകൂടി ഇത് മുഴുവനും കേട്ടിരിക്കണം. ഒരുപക്ഷെ എനിക്കൊരു ഉറപ്പാണ്, നിങ്ങൾ ഇതുവരെ കേട്ടില്ലാത്തൊരു കുഞ്ഞു കാര്യം ഞാൻ ഇന്ന് ഈ പറയാൻ പോകുന്നൊരു കാര്യത്തിനിടയ്ക്കുണ്ടാവും. അതെന്നാന്ന് ഞാൻ അവിടെ എത്തുമ്പോൾ പറഞ്ഞേക്കാം. കാരണം ഈ വിശ്വാസികളുടെ പിതാവെന്ന് ഈ അബ്രാമിനെ വിളിച്ച സമയത്ത്, അബ്രഹാമിനെ നമ്മൾ അങ്ങനെ ഒന്ന് ആദരിക്കുന്ന സമയത്ത്, ഈ മനുഷ്യൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ വിശ്വാസം എന്തായിരുന്നു നമ്മൾ ആഴത്തിൽ അറിയേണ്ടതുണ്ട്. നാളിതുവരെ ബൈബിൾ വായിച്ചതോ വ്യാഖ്യാനങ്ങൾ കേട്ടതോ പോലെയല്ല, നമ്മുടെ ലൈഫിനെ ഈ അബ്രഹാമിൻ്റെ മുമ്പിൽ വെച്ച്, ഒരു കണ്ണാടി പോലെ വെച്ച് നമ്മൾ അബ്രഹാമിനെ ഒന്ന് നോക്കാൻ പോവാണ്. എൻ്റെ വിശ്വാസം എങ്ങനെയാണ്? ഞാൻ ശരിക്കും കർത്താവിനെ മുറുകെ പിടിച്ചാണോ നിൽക്കുന്നത്? ഈ രക്ഷകനെ അത്ര കണ്ട് കണ്ണും പൂട്ടി ഞാൻ വിശ്വസിക്കുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കാൻ പോകണം. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറ ഹല്ലേലൂയാ. നമ്മളിങ്ങനെ നമ്മുടെ ധ്യാനങ്ങളിലും നമ്മുടെ പ്രാർത്ഥനകളിലും ഒക്കെ നമ്മളിങ്ങനെ ചെയ്യാറില്ലേ? വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ കർത്താവ് എല്ലാം കേൾക്കും. വിശ്വാസം കുറഞ്ഞു പോയാൽ ചിലപ്പോൾ സങ്കടങ്ങൾ വരും. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ ആ വിശ്വാസത്തിൻ്റെ അളവ് നോക്കാൻ പോകണം. എന്തോരം വിശ്വസിക്കുന്നുണ്ട്. ഈ കൂട്ടത്തിൽ വിശ്വാസികളൊന്ന് കൈ ഉയർത്താമോ? ദൈവത്തെ വിശ്വസിക്കുന്നവർ. ഈ വിശ്വാസം ഏത് ലെവലിൽ എത്തി നിൽക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ. നല്ല വിശ്വാസികളുണ്ട്, അല്പവിശ്വാസികളുണ്ട്, ഹയർ ലെവൽ വിശ്വാസികളുണ്ട്. ഇന്ന് പോകുമ്പോൾ ഇവിടുന്ന് നാണം കെട്ട് തിരിച്ചു പോകണം. നമ്മുടെ വിശ്വാസം എവിടം വരെ എത്തിയെന്ന് നമ്മൾ ഒരുമിച്ച്, അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അച്ഛനും നമ്മളെല്ലാവരും ഒരുമിച്ച് ഒന്ന് ചിന്തിക്കാൻ പോകണം. പറഞ്ഞേ ഹല്ലേലൂയാ. സോ യോഹന്നാൻ 1:18 നമുക്ക് ആരംഭിക്കാം. ദൈവം സ്വയം വെളിപ്പെടുത്തി. ഈശോയിൽ നമുക്ക് മനസ്സിലായി ഇങ്ങനെ ഒരു ദൈവം, ഏക ദൈവം നമുക്കുണ്ട്. ഈ ദൈവമല്ലാതെ മറ്റൊരു ദൈവം നമുക്ക് ഇല്ല. പറഞ്ഞേ ഹല്ലേലൂയാ. സോ വെളിപ്പെട്ടാൽ നമ്മുടെ റെസ്പോൺസ് എന്താണ്? അതായത് ദൈവം നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാം. ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നിന്ന് ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാണ്. നിങ്ങൾക്ക് എന്നോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല റെസ്പോൺസ് എന്താണ്? കേട്ടിരിക്കലല്ല, അതാർക്കും പറ്റും. ഞാൻ പറയുന്നത് വിശ്വസിക്കുക. കിട്ടുന്നുണ്ടോ? പറഞ്ഞേ ഹല്ലേലൂയാ. ഇത് ഞാനിവിടെ നിന്ന് പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വചനം പറയുന്നു, വചനത്തിൻ്റെ വ്യാഖ്യാനം പറയുന്നു, നമ്മുടെ ലൈഫുമായിട്ട് ചേർത്ത് അതൊക്കെ ചിന്തിക്കുന്നു. നമുക്കതൊരു 100 മേനി ഫലം ചൂടണമെങ്കിൽ ഒറ്റ കാര്യം നമുക്ക് ചെയ്യാനുള്ളൂ. കേട്ടിരുന്നാൽ 30, ഉറക്കം തൂങ്ങിയാൽ 10, 100 എപ്പോൾ കിട്ടും? വിശ്വസിച്ചാൽ. പറഞ്ഞേ ഹല്ലേലൂയാ. കാരണം നമ്മളിവിടെ നിന്ന് പറയുന്നത് ചരിത്ര കഥകളോ കെട്ടുകഥകളോ ഓർമ്മകളോ ഞാൻ എഴുതി ഉണ്ടാക്കിയതോ കാര്യങ്ങളല്ല, ജീവന്റെ വചനത്തെക്കുറിച്ച് നമ്മൾ പറയുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. അങ്ങനെ ആ ദൈവത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ, ദൈവം സ്വയം വെളിപ്പെടുമ്പോൾ നമുക്കുള്ള ഏക റെസ്പോൺസ്, നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യം, അവനെ വിശ്വസിക്കുക. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറ ഹല്ലേലൂയാ. നിങ്ങൾ വീട്ടിൽ ചെന്ന് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ആദ്യത്തെ ഒരു സെക്ഷൻ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളിങ്ങനെ വായിക്കും, ദൈവം സ്വയം വെളിപ്പെടുത്തി. ആ വെളിപ്പെടുത്തലിനോടുള്ള മനുഷ്യൻ്റെ റെസ്പോൺസ്, മനുഷ്യൻ്റെ ഉത്തരമാണ് വിശ്വാസം. കിട്ടുന്നുണ്ടോ? വിശ്വാസം എന്നാൽ വെളിപ്പെട്ട ദൈവം വെളിപ്പെടുത്തിയ കാര്യത്തോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നു, നമ്മൾ പ്രത്യുത്തരം കൊടുക്കുന്നു. എന്തിൻ്റെ രൂപത്തിൽ? വിശ്വാസത്തിൻ്റെ രൂപത്തിൽ. പറഞ്ഞേ ഹല്ലേലൂയാ. ശ്രദ്ധിച്ചേ,
നമ്മൾ ഈ അബ്രഹാമിനെ നമ്മുടെ വിശ്വാസികളുടെ പിതാവായിട്ട് കാണും. ശരിയല്ലേ? പല കാര്യങ്ങളുണ്ട് അബ്രഹാമിനെ വിശ്വാസിയായിട്ട് കാണാനുള്ള പല കാര്യങ്ങളൊന്ന്, ദൈവം ഒരു കൽപ്പന കൊടുത്തു, നീ അതെല്ലാം വിട്ടു പോ, ഞാൻ കാണിച്ചു തരുന്നത് ദേശത്തേക്ക് പോ. ഉടനെ അബ്രഹാം എല്ലാം വിട്ട് ഇറങ്ങി തിരിച്ചു, വിശ്വസിച്ചു. വേറൊരു എക്സാമ്പിൾ, കർത്താവ് പറഞ്ഞതാ നക്ഷത്രം പോലെ മണൽത്തരി പോലെ അനുഗ്രഹം തരും. അബ്രഹാം വിശ്വസിച്ചു. കുഞ്ഞിനെ ബലിയർപ്പിക്കാൻ പോവാണ്. കർത്താവ് എന്ത് ചെയ്യുന്നു? കർത്താവ് നല്ലത് ചെയ്യുന്നു എന്നുള്ള ഉറപ്പിൽ ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കാൻ പോകുന്നു. കണ്ണും പൂട്ടി വിശ്വസിക്കാൻ. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മളിങ്ങനെയൊക്കെയാണോ? നമ്മളിങ്ങനത്തെ വിശ്വാസികളാണോ? ഇന്നൊന്ന് ശരിക്കൊന്ന് പരിശോധിക്കാൻ പോവാണ്, എവിടെയാണ് ആ വിശ്വാസത്തിൻ്റെ ആഴം കിടക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായം 8 മുതൽ 19 വരെ നിങ്ങൾ ബൈബിൾ എടുത്തൊന്ന് ഫോളോ ചെയ്യുക. അബ്രഹാം വിശ്വസിച്ചത് എങ്ങനെയായിരുന്നു വായിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. 8-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: വിശ്വാസം മൂലം അബ്രഹാം തനിക്ക് അവകാശമായി ലഭിക്കാനുള്ള സ്ഥലത്തേക്ക് പോകാൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ചു. അടുത്ത വാക്ക്, എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയാതെ തന്നെയാണ് അവൻ പുറപ്പെട്ടത്. പറഞ്ഞേ ഹല്ലേലൂയ. സോ വിശ്വാസത്തിന്റെ ആദ്യത്തെ ഒരടയാളം, നീ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നതിൻ്റെ ഒന്നാമത്തെ അടയാളം അനുസരണം. കിട്ടുന്നുണ്ടോ? നമ്മൾ ശരിക്കും ഈശോയിൽ വിശ്വസിക്കുന്നുണ്ട് എന്നതിൻ്റെ അടയാളം കർത്താവ് പറയുന്നത് അതുപോലെ അനുസരിക്കാം. കർത്താവ് പറയാറുണ്ടോ നിങ്ങളോട്? ഇപ്പം കർത്താവ് നിങ്ങളോട് ഒരുപക്ഷെ നമ്മളോട് പറയാത്തത് നമ്മൾ അനുസരണക്കേടിൻ്റെ കുത്തകയായിട്ട് ജീവിക്കുന്നുണ്ടായിരിക്കും. കർത്താവ്, നീ എന്നോട് എന്നാ സംസാരിക്കാത്ത ഇങ്ങനെയൊക്കെ പരാതിപ്പെടാറുണ്ടോ? വെറുതെ ആവശ്യമില്ലാണ്ട് പോയി പരാതിപ്പെടരുത് കേട്ടോ. കർത്താവ് മിണ്ടിയ ഭയങ്കര പ്രശ്നമാണ്. കർത്താവ് മിണ്ടിയ ആൾക്കാരുടെ ചരിത്രമാണ് ബൈബിളിൽ മുഴുവൻ. പിന്നെ നേരെ നിന്നിട്ടില്ല. കർത്താവ് മിണ്ടിയാൽ കർത്താവ് നിന്നെ കൊണ്ട് വലിയ കാര്യങ്ങളുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടേ കർത്താവ് മിണ്ടുള്ളൂ. അതുകൊണ്ട് കർത്താവേ എന്നോട് മിണ്ടോ എന്ന് വെറുതെ പോയിട്ട് കുസൃതി കാണിച്ചേക്കരുത്. അവൻ സംസാരിക്കും. നിന്നിൽ അത്രമാത്രം വിശ്വാസം ഉണ്ടെന്ന് കർത്താവ് കണ്ടാൽ അവൻ സംസാരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം ആ ഒരു സംസാരം, കർത്താവ് സംസാരിക്കുമ്പോൾ നമ്മുടെ ആദ്യത്തെ റെസ്പോൺസ് ഇതാണ്, അനുസരണം. പറഞ്ഞേ ഹല്ലേലൂയ. അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ ആദ്യത്തെ ഒരു ഡെമോൺസ്ട്രേഷൻ, ആദ്യത്തെ ഒരു എക്സ്പ്രഷൻ ഇതായിരുന്നു, പ്രകടനം ഇതായിരുന്നു. അയാൾ അനുസരിച്ചു. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാതെ അയാൾ അനുസരിച്ചു. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ, നമ്മൾ ധ്യാനമൊക്കെ കൂടുമ്പോൾ, നമ്മൾ വിശുദ്ധ ഗ്രന്ഥമൊക്കെ എടുത്ത് വായിക്കുമ്പോൾ ഒരുപക്ഷെ പ്രതിസന്ധിയുടെ അങ്ങേ അറ്റത്ത് നിൽക്കായിരിക്കും, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴും കർത്താവ് ഒരു വാഗ്ദാനം തരികയാണ്, കണ്ണും പൂട്ടി അത് അനുസരിച്ചേക്കുക. ഇത് പറഞ്ഞത് കർത്താവാണെന്നുള്ള ഉറപ്പിൽ വിശ്വസിച്ചേക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. സോ ഒന്നാമത്തെ റെസ്പോൺസ് അനുസരണം. അബ്രഹാം അനുസരിച്ചു. രണ്ടാമത്തത് 9-ാമത്തെ വാക്യത്തിലാണ്, നമുക്ക് ഒരുമിച്ച് വായിക്കാം. വിശ്വാസത്തോടെ അവൻ വാഗ്ദത്ത ഭൂമിയിൽ വിദേശിയെ പോലെ കഴിഞ്ഞു. അതേ വാഗ്ദാനത്തിന്റെ അവകാശികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ഒത്ത് അവൻ കൂടാരങ്ങളിൽ താമസിച്ചു. ശ്രദ്ധിച്ചേ, കർത്താവ് ഒരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ടായിരുന്നു, നീ ഇതെല്ലാം വിട്, ഞാൻ കാണിച്ചു തരുന്ന ദേശം. കർത്താവ് വാഗ്ദാനം ചെയ്ത ദേശം. ചെന്നെത്തിയത് ഒരു സ്ട്രേഞ്ച് സ്ഥലത്താണ്. ആണോ? ഒരു പിടിയില്ല, ആൾക്കാരെ പരിചയമില്ല, ഇയാളൊരു വരത്തനാണ്. ചെന്നെത്തിയ ദേശം, അവിടുത്തെ ആളുകളുടെ സ്വഭാവം ഒന്നും വലിയ പിടിയില്ല. ഒറ്റ വാക്കാണ് ഇയാളെ ശക്തിപ്പെടുത്തിയത്, ഞാൻ കാണിച്ചു തരുന്ന സ്ഥലം. അതായത് നമ്മുടെ ലൈഫുമായിട്ട് ചേർത്ത് ചിന്തിച്ചേക്കുക. ഒരു വിവാഹം നിങ്ങൾക്ക് നടന്നു, നിങ്ങളിപ്പോൾ ഒരു കുടുംബത്തിലാണ്, ഇല്ല നിങ്ങളിപ്പോൾ ഒരു കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളൊരു രാജ്യത്ത് ചെന്നെത്തി. തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിലൊരു പ്രാർത്ഥനയുണ്ടോ? പ്രാർത്ഥിച്ചെടുത്ത തീരുമാനങ്ങളാണ്. ആണോ? ആണ്. പക്ഷെ ചില സമയത്ത് പ്രാർത്ഥിച്ചെടുത്ത തീരുമാനങ്ങളാണെങ്കിലും സങ്കടങ്ങൾ വരാറുണ്ടോ? പ്രാർത്ഥിച്ചാണ് ഈ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത്, പ്രാർത്ഥിച്ചാണ് ഈ രാജ്യത്തേക്ക് പോയത്, പ്രാർത്ഥിച്ചിട്ടാണ് ഈ കോഴ്സ് തിരഞ്ഞെടുത്തത്. ബട്ട് ക്രൈസിസ് ഉണ്ട്. ഒറ്റ ഉറപ്പാണ് നമുക്ക്, തകർന്നു പോകാതെ പിടിച്ചു നിൽക്കാൻ ഒറ്റ ഉറപ്പ്, അവൻ കാണിച്ചു തന്നതാണ്. നീ ഒരു ആരാധനയ്ക്ക് ഇരുന്ന് നീ പ്രാർത്ഥിച്ചെടുത്ത തീരുമാനമാണ്. ഇപ്പോ അടപടലം തകർന്നു നിൽക്കുകയാണ്, പക്ഷെ കാണിച്ചു തന്ന ആരാണ്? കർത്താവാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. ഈ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ഒത്തിരി ഇമെയിലുകൾ, ഈ കഴിഞ്ഞ 2 ആഴ്ചയിൽ പ്രത്യേകിച്ച് UK നിന്ന് മാത്രമായിട്ട് ഒത്തിരി ഇമെയിലുകൾ എനിക്ക് വന്നു. അവിടുത്തെ കുറച്ച് റൂൾസൊക്കെ മാറ്റി, ഒക്കെ ഇനിയും കുറേ റൂൾസ് ഇനിയും മാറ്റും. ചെന്നെത്തി തന്നെ ദൈവാനുഗ്രഹം കൊണ്ടാണ്. ജോലി കിട്ടാതിരുന്ന കുറച്ച് നാളുകൾ ഉണ്ടായിരുന്ന പിള്ളേർ, ഒത്തിരി യുവജനങ്ങൾ, കുടുംബങ്ങൾ, ഒരു മുറി തന്നെ എത്രയോ പേര് ഒരുമിച്ച് നിൽക്കേണ്ട അവസ്ഥ, പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഇന്നലെ അയർലൻഡിൽ നിന്നാണ് എൻ്റെ ഓർമ്മ, ഒരു ഇമെയിൽ ഇങ്ങനെ വന്നു, ഒരു 2 മാസം സമയം കൂടെ
അധികാരികൾ കൊടുത്തേക്കാണ്. കടം മേടിച്ച് പിന്നെയും പരീക്ഷ എഴുതി എങ്ങനെയോ ദൈവാനുഗ്രഹം കൊണ്ട് മാത്രം അവിടെ എത്തിപ്പെട്ടതാണ്. 2 മാസത്തിനുള്ളിൽ തിരിച്ചു പോരേണ്ട അവസ്ഥ വരികയാണ്. ജോലി ക്രൈസിസ്, അവിടുത്തെ റൂൾസ്, എന്തൊക്കെയോ പ്രശ്നങ്ങൾ. മനുഷ്യർ തീ തിന്നുകയാണ്. വാഗ്ദാനം ചെയ്യപ്പെട്ട ഒരു ദേശത്ത് ഒരു പരദേശിയെ പോലെ കഴിയുകയാണ്. കിട്ടുന്നുണ്ടോ? നമ്മുടെ ലൈഫ്, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ലൈഫുമായിട്ടൊക്കെ കണക്ട് ചെയ്യുക. കർത്താവ് കാണിച്ചു തന്നൊരു സ്ഥലം, അവിടെ നമ്മൾ വീട് പണി ആരംഭിച്ചു, നമ്മൾ അവിടെ ജോലി ചെയ്തു തുടങ്ങി. ക്രൈസിസാണ്. കർത്താവ് പറഞ്ഞ് അനുഗ്രഹിച്ച് വിട്ട ഒരു ജീവിതം പെട്ടെന്നൊരു ദിവസം ഒരു രോഗം കാർന്നു തിന്നാൻ തുടങ്ങുകയാണ്. കർത്താവ് അനുഗ്രഹിച്ചൊരു ജീവിതം അപ്രതീക്ഷിതമായിട്ടൊരു അശനിപാതം പോലെ, ഒരു ഇടുത്തി പോലെ ഒരു കടബാധ്യത വന്ന് നിൽക്കുകയാണ്. ഒറ്റയ്ക്കായിരുന്നു പോയൊരു സമയത്ത് ദൈവം ഏറ്റവും സഹായമായിട്ടൊരു കൂട്ട് തന്നതാണ്. ആ കൂട്ട് പെട്ടെന്ന് മാറുന്നു. മരണം മൂലമോ ചില തെറ്റിദ്ധാരണകൾ മൂലമോ മാറിപ്പോകുന്നു. വാഗ്ദത്ത ഭൂമിയിൽ കർത്താവ് കാണിച്ചു തന്നൊരു ദേശത്ത്, കർത്താവ് കാണിച്ചു തന്നൊരു വ്യക്തിയുടെ കൂടെ പരദേശിയായിട്ട് കഴിയേണ്ട അവസ്ഥ. പറഞ്ഞേ ഹല്ലേലൂയാ. ഒറ്റ കാര്യമാണ് മക്കളെ പിടിച്ചു നിർത്തണത്. ഒറ്റ കാര്യം, കാണിച്ചു തന്നതും വാഗ്ദാനം ചെയ്തതും എൻ്റെ കർത്താവാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറ ഹല്ലേലൂയാ. രോഗം ബാധിച്ച ആ ശരീരത്തെ നോക്കിയിട്ട് പറഞ്ഞേക്കണം, കാണിച്ചു തന്നതും ജീവൻ തന്നതും ഈ ശരീരത്തെ ഇത്രയും കാലം നേരെ നിർത്തിയതും ആരാണ്? കർത്താവാണ്. ഇപ്പോ വാഗ്ദാനം ചെയ്യപ്പെട്ട ഈ ഭൂമിയിൽ പരദേശിയെ പോലെയാണ്, പക്ഷെ പറഞ്ഞത് അവനാണ്, കാണിച്ചു തന്നത് അവനാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. വീട്ടിൽ ശ്വാസം മുട്ടി നിൽക്കുകയായിരിക്കും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുമായിട്ട് ചേർത്ത് ചിന്തിച്ചോ? ഇതിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് എന്ത് ക്രൈസിസ് ആണെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിച്ചോ? ആ കർത്താവ് വാഗ്ദാനം ചെയ്ത് ചില സമയത്ത് സങ്കടത്തിൽ ചോദിച്ചു, നീ എന്നെ പറ്റിച്ചാണോ കർത്താവെന്ന് ചോദിച്ചു. പറ്റിച്ചോ എന്നുള്ളൊരു ചോദ്യത്തൊന്നും ഇവിടെ പ്രസക്തിയില്ല. വാഗ്ദാനം ചെയ്തത് കർത്താവാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറ ഹല്ലേലൂയാ. അവിടെ ആ ഒരു ഇൻസെക്യൂരിറ്റി ഉള്ളൊരു സ്ഥലത്ത്, സ്ട്രേഞ്ചറായിട്ട് പരദേശിയായി നിന്ന സ്ഥലത്തും അയാൾ പിടിച്ചു നിന്നു. ഒറ്റ കാര്യം, വിളിച്ചിറക്കിയത് കർത്താവാണ്, ഇവിടെ നിർത്തിയത് കർത്താവാണ്, മുന്നോട്ട് നയിക്കാൻ പോകുന്നതും എൻ്റെ കർത്താവാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. കിട്ടുന്നുണ്ടോ? വിശ്വാസത്തിൻ്റെ രണ്ടാമത്തെ എക്സ്പ്രഷൻ. ആദ്യത്തേത് അനുസരണം, രണ്ടാമത്തേത് കൺമുമ്പിൽ അനുഗ്രഹം ഒന്നും കണ്ടില്ലേലും എനിക്ക് ഭയം വന്നാലും ഭയപ്പെടാതെ ഞാൻ ആ കർത്താവിനെ നോക്കി നിൽക്കും. ശക്തിയോടെ പറ ഹല്ലേലൂയാ. മൂന്നാമത്തെ കാര്യം ശ്രദ്ധിച്ചേ, 10ാമത്തെ വാക്യം വായിച്ചേ. ദൈവം സംവിധാനം ചെയ്തതും നിർമ്മിച്ചതും അടിസ്ഥാനം ഉറപ്പിച്ചതുമായ ഒരു നഗരത്തെ അവൻ പ്രതീക്ഷിച്ചിരുന്നു. ആ 3 വാക്കുകൾ ശ്രദ്ധിക്കണം. ദൈവം സംവിധാനം ചെയ്തത്, നിർമ്മിച്ചത്, അടിസ്ഥാനം ഉറപ്പിച്ചത്. എന്താന്ന് പിടികിട്ടുന്നുണ്ടോ? എടാ, നമ്മുടെ ജീവിതം, ഹു ഇസ് ദ ഡയറക്ടർ? ആരാണ് ഇത് ഡയറക്റ്റ് ചെയ്ത് വിടണത്? ഇതിന്റെ നിർമ്മാതാവ്, ഇതിന്റെ പ്രൊഡ്യൂസർ ആരാണ്? ഇതിന് അടിസ്ഥാനം ഇട്ടിരിക്കുന്നത് ആരാണ്? നീ നിന്ന് കുലുങ്ങായിരിക്കും, നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പക്ഷേ ഈ ജീവശ്വാസം അയച്ച് നിന്നെ എഴുന്നേൽപ്പിച്ച് ഈ ഭൂമിയിലേക്ക് വിട്ടത് ആരാണ്? സംവിധാനം ചെയ്തതും നിർമ്മിച്ചതും. ഇപ്പം നീ കടന്നു കുലുങ്ങിയാലും നിന്നെ നേരെ നിർത്തി അടിസ്ഥാനമിട്ട് ഉറപ്പിച്ചതും ആരാണ്? ഈശോ. ഇപ്പം നീ കുലുങ്ങുകയാണ്, പക്ഷെ അബ്രഹാം പ്രതീക്ഷ വെച്ചു, പ്രതീക്ഷ അർപ്പിച്ചു. വിശ്വാസത്തിന്റെ 3ാമത്തെ ഒരു എക്സ്പ്രഷൻ. ഇപ്പൊ കടന്നു കുലുങ്ങിയാലും എനിക്ക് ഈ ലൈഫ് തന്ന, നിർമ്മിച്ച, സൃഷ്ടിച്ച, സംവിധാനം ചെയ്ത് ഇപ്പം ഞാൻ കുലുങ്ങുന്നത് കാണുന്ന കർത്താവ് എന്നെ അടിസ്ഥാനമിട്ട് ഉറപ്പിക്കുമെന്നുള്ള നാളെക്കുറിച്ചുള്ള നല്ലൊരു പ്രത്യാശ അയാൾക്കുണ്ടായിരുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. സോ അനുസരണം, ഭയമില്ലാത്തൊരവസ്ഥ, 3 പ്രത്യാശ. തോറ്റുകൊടുത്തില്ല. ക്രൈസിസുകൾ ഒന്നൊന്നായിട്ട് വന്നു. രോഗങ്ങളും വേദനകളും കടബാധ്യതകളും സങ്കടങ്ങളും കണ്ണുനീരുകളും. ഈ ക്രിസ്തുമസ് കാലം പോലും കർത്താവേ സങ്കടത്തിൽ കൂടെ കടന്നു പോകേണ്ടി വരുമല്ലോ എന്നോർത്ത് കടന്നു കുലുങ്ങാണ്. അടിസ്ഥാനമിട്ട് ഉറപ്പിച്ചവനെ നമ്മൾ വീണ്ടും വീണ്ടും വിശ്വസിക്കുന്നു. അവൻ നല്ലത് ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് നമ്മൾ പ്രത്യാശിക്കുന്നു. 4ാമത്തെ ഒരു എക്സ്പ്രഷൻ ഇതാണ്. 11ാമത്തെ വാക്യം ഉറക്കെ വായിച്ചു. 11ാമത്തെ വാക്യം. തന്നോട് വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനാണെന്ന് വിചാരിച്ചുകൊണ്ട് പ്രായം കവിഞ്ഞിട്ടും സാറ വിശ്വാസം മൂലം ഗർഭധാരണത്തിന് വേണ്ട ശക്തി പ്രാപിച്ചു. ഈ വചനത്തിന്റെ അടിസ്ഥാനം നിങ്ങൾക്ക് അറിയാലോ. അബ്രഹാമിന് വാഗ്ദാനം കൊടുക്കുമ്പോൾ അബ്രഹാം ഇതെങ്ങനെ സംഭവിക്കാനാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സാറ ഇതുവരെ കേട്ടിട്ടില്ലാത്ത കോമഡി പോലെ ചിരിക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് തെളിഞ്ഞു കിടക്കുന്ന ഒരു വലിയ കാര്യമുണ്ട്. ഈ പ്രായമായി വന്ധ്യെന്ന് പറഞ്ഞു, എനിക്ക് മേലാണ്ടായിരിക്കാണ്. പക്ഷേ അസാധ്യമെന്ന് മനുഷ്യൻ പറഞ്ഞാലും ഇത് ദൈവത്തിന് സാധ്യമാണെന്ന്
അബ്രഹാം കുടുംബത്തോടൊപ്പം വിശ്വസിച്ചു. ഒറ്റയ്ക്കല്ല, 4th സ്റ്റേജിൽ കുടുംബത്തോടൊപ്പം വിശ്വസിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ. ഈ സ്ഥലമൊക്കെ വിട്ടു പോകുമ്പോൾ അബ്രഹാമിൻ്റെ ഒരു ചങ്കൂറ്റമാണ്. ഒരു ഇൻസെക്യൂർഡായൊരു സ്ഥലത്ത് നിൽക്കുമ്പോഴും അബ്രഹാമിൻ്റെ ഒരു ചങ്കൂറ്റമാണ്. നാളെക്കുറിച്ച് പ്രത്യാശ അർപ്പിക്കുമ്പോഴും അയാൾക്ക് വല്ലാത്തൊരു തൻ്റെ ഇടമാണ്. പക്ഷേ ഒരു ഫൈനൽ സ്റ്റേജ് എത്തുമ്പോൾ കുടുംബം ഒന്നാകെ ചിരി വരുന്നുണ്ടാകും. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ എനിക്ക് അസാധ്യമാണ്, എൻ്റെ കുടുംബത്തിന് അസാധ്യമാണ്. ഞങ്ങൾ ഒരുമിച്ച് നിന്ന് എത്ര പെടാപ്പാട് പെട്ടാലും ഇതിനൊരു ഉത്തരം കിട്ടാൻ പോകുന്നില്ല എന്ന് ഞങ്ങൾ ചിന്തിച്ചാലും വിചാരിച്ചാലും ദൈവത്തിന് ഇത് അസാധ്യമല്ല. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കൾ, ഇന്ന് ഈ വചനം കേൾക്കുന്ന ഈ മണിക്കൂറിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് ഇത് നിറയണം. വിശ്വാസിയാണെന്ന് പറയുമ്പോൾ ഇതൊക്കെ ഉണ്ടോ? കണ്ണും പൂട്ടി ഞാൻ എൻ്റെ കർത്താവിനെ അനുസരിക്കുന്നുണ്ടോ? ഇപ്പോൾ ഉത്തരവൊന്നും കിട്ടാത്ത ഒരു അവസ്ഥയിലാണേലും വിളിച്ചിറക്കിയത് അവനാണെന്നും വാഗ്ദാനം ചെയ്തത് അവനാണെന്നും നിങ്ങൾ മുറുകെ വിശ്വസിച്ച് പ്രത്യാശ, നാളെയും എന്നെ അടിസ്ഥാനമിട്ട് ഉറപ്പിക്കുന്ന ഒരു കർത്താവിൽ നിങ്ങൾ പ്രത്യാശ മുറുകെ വയ്ക്കുന്നുണ്ടോ? നിനക്ക് അസാധ്യമെന്ന് നീയോ ചുറ്റുമുള്ളവരോ കുടുംബാംഗങ്ങളോ വിധി കൽപ്പിച്ചതുപോലും എൻ്റെ ദൈവത്തിന് സാധ്യമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. നമ്മുടെ ലൂക്കാ സുവിശേഷത്തിലേക്ക് പെട്ടെന്നൊക്കെ കണ്ണോടിക്കുമ്പോൾ പറയുന്നുണ്ട് ദൈവത്തിന് എല്ലാം സാധ്യമാണ്. ഗബ്രിയേൽ ദൂതൻ മറിയത്തോട് പറയാണ് ദൈവത്തിന് എല്ലാം സാധ്യമാണ്. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഇത് നിങ്ങളുടെ ഭൗതിക കാര്യങ്ങളെക്കുറിച്ച് മാത്രം പറയല്ല കേട്ടോ. ഭൗതിക കാര്യങ്ങളല്ല, നമ്മുടെ വിഷയമല്ല ഇത്. നിങ്ങളെ കുഞ്ഞു പാലും വെള്ളമൊക്കെ തന്നിട്ട് നല്ല ഇറച്ചി കഷ്ണം തരാനുള്ളതാണ്. ഇതങ്ങേ അപ്പുറത്തേക്കുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണേ. നമ്മൾ പാപികളാണ്, ഈ കേട്ടുകൊണ്ടിരിക്കുന്നവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനും. ജീവൻ നഷ്ടപ്പെട്ടു പോവുമോ, നിത്യജീവൻ കിട്ടുമോ എന്ന് ഭയത്തിൽ കഴിയുന്നവരാണ്. നിങ്ങൾക്ക് അങ്ങനത്തെ പേടിയൊക്കെ ഉണ്ടോന്ന് അറിഞ്ഞൂടാ. എനിക്ക് അങ്ങനത്തെ നല്ല പേടിയുണ്ട്. എനിക്ക് അസാധ്യമാണ്. ഈ പാപി സ്വർഗത്തിൽ എത്തിച്ചേരുമോ എന്ന് നല്ല പേടിയുണ്ട്. പ്രത്യാശയൊക്കെ നമുക്ക് എന്തോരുണ്ടെന്ന് തമ്പുരാന് മാത്രം അറിയാം. പക്ഷേ മുറുകെ പിടിച്ച് നിൽക്കുകയാണ്. വിളിച്ചിറക്കിയവനെ വിശ്വസിച്ച് നമ്മൾ മുമ്പോട്ട് നടക്കുകയാണ്. പൗലോസ് പറഞ്ഞ പോലെ എൻ്റെ പിന്നിലുള്ളതിനെല്ലാം വിസ്മരിച്ച് അസാധ്യതകൾ, സങ്കടങ്ങൾ, കഴിഞ്ഞ കാലങ്ങൾ, ഓർമ്മകൾ, വിശ്വാസം നഷ്ടപ്പെട്ടു പോയ സമയങ്ങളൊക്കെ എൻ്റെ കൺമുമ്പിൽ വെളിപ്പെട്ട ഒരു ദൈവം, ഏക ദൈവം ഈശോ, അവനെ നോക്കി ഞാൻ മുമ്പോട്ട് നീങ്ങാണ്. നമ്മൾ ഇതിനകത്തോട്ടൊന്ന് ബൈനോക്കുലർ വെച്ചുകൊണ്ട് അബ്രഹാമിനെ ഒന്ന് നോക്കേണ്ടതുണ്ട്. നമ്മൾ ഈ കേട്ടതോ നമ്മൾ ഈ അറിഞ്ഞതോ ഒന്നുമല്ല. നമുക്കിപ്പോൾ വലിയ മാതൃകാ പുരുഷനായിട്ട് നിൽക്കുന്ന ഈ അബ്രഹാത്തെ നോക്കി അബ്രഹാമിന് അങ്ങനെയൊക്കെ വിശ്വസിക്കാൻ പറ്റി, ദൈവം തിരഞ്ഞെടുത്തൊരു മനുഷ്യനാണെന്നൊക്കെ പറയാം. എന്നെക്കൊണ്ട് അത്രയൊന്നും പറ്റിയെന്ന് തോന്നാം. പക്ഷെ നിങ്ങൾ ശരിക്കും അബ്രഹാമിനെ കുറിച്ച് വായിച്ചറിയേണ്ടതുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ ശരിക്കും ഈ ആള് ഒരു വിശ്വാസി ആയിരുന്നോ? നിങ്ങളുടെ അഭിപ്രായം എന്താ? സകല ചിന്തകളും തകർത്തെറിയാൻ പോണേ. അപ്പോൾ ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞൊരു സാധനം നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളൊരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാൻ പോവാം. ആ പോയിന്റിൽ എത്തുമ്പോൾ ഞാനത് വീണ്ടും ഓർമ്മിപ്പിക്കാം. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. സോ അബ്രഹാം ശരിക്കും ഒരു നല്ല വിശ്വാസിയായിട്ട് വളർന്നത് ഒരു 2-3 സ്റ്റേജുകൾ കൂടെയാണ്. പെട്ടെന്ന് ഒരു ദിവസം വിശ്വാസിയായാലും നമ്മൾ പെട്ടെന്ന് വിശ്വാസിയായതാണോ? മാമോദീസ സ്വീകരിച്ച സമയത്ത് അങ്ങേയറ്റത്തെ വിശ്വാസത്തിലേക്ക് നമ്മൾ വന്നോ? ഇല്ല. 10ാം ക്ലാസ് കഴിഞ്ഞിട്ടോ +2 കഴിഞ്ഞിട്ടോ ഒന്നുമല്ല നമ്മളെ വിശ്വാസത്തിലേക്ക് വന്നത്. നമുക്കൊരു ഗ്രോത്ത് ഉണ്ടായിരുന്നല്ലേ. ആദ്യം വീട്ടിൽ നിന്ന് കുരിശ് വരയ്ക്കാൻ പഠിപ്പിക്കുന്നു, പിന്നെ പതുക്കെ ബൈബിൾ വായിക്കാൻ പഠിക്കുന്നു, വീട്ടിലെ പ്രാർത്ഥനകൾ ചെല്ലുന്നു, ഞായറാഴ്ച പള്ളിയിൽ പോകുന്നു, പിന്നെ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നു, വേദപാഠ ക്ലാസ്സിൽ പോകുന്നു, ധ്യാനങ്ങൾ കൂടുന്നു. നമ്മുടെ വിശ്വാസം ഇങ്ങനെ പതുക്കെ തിയറി പതുക്കെ വളർന്നു. ശരിക്കും നമ്മൾ വിശ്വാസികളായത് നല്ല സ്ട്രോങ് ഫെയ്ത്ത് വന്നപ്പോഴാണ്. കാൽച്ചോട്ടിലെ മണ്ണൊലിച്ച് പോയപ്പോൾ, പ്രതീക്ഷിച്ചൊന്നും നടക്കാതെ വന്നപ്പോൾ, തീർന്നു എന്ന് വിചാരിച്ച സമയത്ത് നമുക്കവൻ വീണ്ടും വെളിപ്പെട്ടു. തീർന്നിട്ടില്ല. ആ ക്രൈസിസ് സമയത്ത് നമ്മൾക്ക് വിശ്വാസം വർദ്ധിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ. പള്ളിയിലിരുന്നപ്പോഴല്ല, പൊള്ളിയപ്പോഴാണ് വിശ്വാസം കൂടിയത്. ശരിയാണോ? പള്ളിയിലിരുന്നപ്പോഴല്ല, പൊള്ളിയപ്പോഴാണ് വിശ്വാസം കൂടിയത്. ആ പൊള്ളലിൽ അറിഞ്ഞു ഇത് ചുമ്മാ തൊലി പറിച്ചെടുക്കുന്ന പൊള്ളലല്ല, ചങ്കിനകത്തോട്ട് ഒരു തീ പടർത്തുന്നൊരു പൊള്ളലാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ പള്ളിയിലോട്ട് തിരിച്ചു വന്നു. ശരിയല്ലേ? ചുമ്മാ പള്ളിയിലിരുന്ന് വിശ്വാസം വർദ്ധിച്ചോന്നല്ല, നമുക്ക് പൊള്ളി വളർന്നവരാണ്. സഹനത്തിൻ്റെ തീച്ചൂളയിൽ വെന്തുരുകി വിശ്വാസം വർദ്ധിച്ചവരാണ് നമ്മൾ. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. നമ്മൾ ഈ അബ്രഹാമിൻ്റെ ലൈഫിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കാൻ പോകണം. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് ഒന്ന് വരാമോ? ഉൽപ്പത്തി പുസ്തകത്തിലെ അബ്രഹാമിൻ്റെ വിശ്വാസം വളരുന്ന കുറച്ച് സ്റ്റേജുകളുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ സ്റ്റേജാണ് ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായം, അതിൻ്റെ 1, 2, 3 വാക്യങ്ങൾ. നമ്മൾ വായിച്ചിട്ടുള്ള ഒരു വചനഭാഗം, കർത്താവിൻ്റെ അഭിഷേകം
ഒരനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു വചനഭാഗമാണ്. ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ അച്ഛൻ വായിക്കാൻ നിങ്ങൾ ശ്രദ്ധയോടെ നിങ്ങളുടെ ബൈബിൾ നോക്കുക, കേട്ടിരിക്കുക. കർത്താവ് അബ്രാമിനോട് അരുളി ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. നമ്മളിപ്പോൾ ഈ ഹെബ്രായ ലേഖനത്തിൽ വായിച്ച അതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് ആണ്. അടുത്തൊരു അനുഗ്രഹമാണ്, ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്വമാക്കും, നീ അങ്ങനെ ഒരു അനുഗ്രഹമായി തീരും. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹം. അടുത്ത് വായിച്ചേ, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. എന്ന് വെച്ചാൽ ഒരു കണ്ടിന്യൂസ് ബ്ലെസ്സിങ് കർത്താവ് കൊടുക്കുകയാണ്. അപ്പന് കൊടുക്കുകയല്ല, അപ്പനിലൂടെ അമ്മയിലേക്ക്, അമ്മയിലൂടെ തിരിച്ചപ്പനിലേക്ക്, മക്കളിലേക്ക്, തലമുറയിലേക്ക് നിന്നെ അനുഗ്രഹിക്കുന്നവരെല്ലാം ഞാൻ അനുഗ്രഹിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. അനുഗ്രഹിക്കുക എന്ന് വെച്ചാൽ ചുമ്മാ ഇങ്ങനെ ഗോഡ് ബ്ലെസ് യു എന്ന് പറയുന്നല്ല കേട്ടോ. പൗലോസ് ശ്ലീഹയുടെ ഒരു ലാംഗ്വേജിൽ അനുഗ്രഹിക്കുക എന്ന് വെച്ചാൽ സ്പീക്ക് ഗുഡ്, നല്ലത് പറയുക, നല്ലത് പറയുക. ചേട്ടൻ കൊള്ളാം, ചേച്ചി കൊള്ളാം, ഒരു അനുഗ്രഹമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. എന്ന് വെച്ചാൽ നിന്നെക്കുറിച്ച് നല്ലത് പറയുന്നവനെ ഞാൻ അനുഗ്രഹിക്കും. കിട്ടുന്നുണ്ടോ? അപ്പം അബ്രഹാമിനെ ഇങ്ങനെ വിളിക്കുകയാണ്. ആ വിളിച്ച സമയത്ത് ആദ്യത്തെ സ്റ്റേജ് നല്ല ശ്രദ്ധയോടെ ഇരിക്കണേ. ദൈവം അബ്രഹാമിനെ വിളിച്ചു. അബ്രഹാം ഒരു വിശ്വാസി ആരെന്ന് നമുക്കറിയാം. അയാളെല്ലാം ഉപേക്ഷിച്ചു പോയി എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ട്. അബ്രഹാമിനോട് പറഞ്ഞതാണ്, നിന്റെ ദേശത്തെ ബന്ധുക്കളെ പിതൃഭവനത്തെ വിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോവുക. പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തൊരു വാക്ക് ശ്രദ്ധിക്കണം, 4-ാമത്തെ വാക്യം ശ്രദ്ധിച്ചേ. കർത്താവ് കൽപ്പിച്ചത് അനുസരിച്ച്. ഹെബ്രായർ 11:8 ഓർക്കുന്നുണ്ടോ? വിശ്വാസത്തിൻ്റെ ആദ്യത്തെ എക്സ്പ്രഷൻ അനുസരണം. കർത്താവ് കൽപ്പിച്ച് അനുസരിച്ച് അബ്രഹാം പുറപ്പെട്ടു, ലോത്തും അവൻ്റെ കൂടെ തിരിച്ചു. ഒരു പ്രശ്നമാണ് സാറേ, ശ്രദ്ധിച്ചിരുന്നോണം. ലോത്തും അവൻ്റെ കൂടെ തിരിച്ചു. ആരാണ് ഈ ലോത്ത്? ആരാണ് അയാൾ? ബന്ധുവാണല്ലേ, ബന്ധുവാണ്. ഹാരാൻ ദേശത്തോട് വിട പറഞ്ഞപ്പോൾ അബ്രാമിന് 75 വയസ്സ് പ്രായമായിരുന്നു. അബ്രാം ഭാര്യ സാറായെയും സഹോദരപുത്രൻ ലോത്തിനെയും കൂടെ കൊണ്ടുപോയി. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അളിയനെയും മരുമോനെയൊക്കെ കൊണ്ടുവന്നതിന് പ്രശ്നമുണ്ടോ? നിന്റെ ദേശത്തെ ബന്ധുക്കളെ പിതൃഭവനത്തെ വിട്ടേച്ച് പോകാൻ പറഞ്ഞു. അനുസരിച്ചോ? അനുസരിച്ചോ? നമുക്ക് ഈ കർത്താവ് ചിലതൊക്കെ പറയുമ്പോൾ അനുസരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ശരിക്കും ഉണ്ടല്ലോ. ഈ പിടുത്തം നമ്മുടെ പണ്ടത്തെ ആ മങ്കി സ്റ്റോറി അറിയാലോ. ചില നാടുകളിലൊക്കെ, നോർത്ത് ഇന്ത്യയിലൊക്കെ കുരങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട് അവരുപയോഗിക്കുന്ന ടെക്നിക്ക് അറിയാലോ. എന്താണ്? ഈ വലിയ കുടത്തിനകത്ത് കൈ മാത്രം കിടക്കാൻ പറ്റുന്ന വലിപ്പമുള്ള ഒരു കുടത്തിൻ്റെ വായ ഉണ്ടാവും. അതിൻ്റെ അകത്തൊരു മാങ്ങയോ ലഡുവോ ഒക്കെ വെക്കും. കുരങ്ങൻ ലഡു കഴിക്കുമോ? കഴിക്കും. അങ്ങനത്തെ കുരങ്ങനുണ്ട്. ഓക്കെ, ലഡു കഴിക്കും. ഇവനിത് കൈ ഇട്ട് കഴിഞ്ഞാൽ ഒരു പിടുത്തം പിടിക്കും. പിടുത്തം പിടിച്ചാൽ പിന്നെ അവനത് വിടുകയല്ല. വിട്ടാലേ കൈ ഊരിപ്പോരുള്ളൂ. കൈ ഊരിപ്പോന്നാലേ ആ ലഡു മാങ്ങാപ്പഴം അവന് തിന്നാൻ പറ്റുള്ളൂ. പക്ഷെ പിടുത്തം കിട്ടിയാൽ പിന്നെ അവൻ വിടില്ല. പുറത്തുനിന്ന് കർത്താവ് എന്ന് പറഞ്ഞാലും കൊരങ്ങൻകൂട്ട കൈവിടറ, നിനക്ക് ലഡു തിന്നാടാന്ന് പറഞ്ഞാലും പിടിച്ചത് വിട്ടിട്ടുള്ള ഒരു അനുസരണവും നമുക്കില്ല. നമ്മുടെ വിശ്വാസം അങ്ങനെയാണ്. കിട്ടുന്നുണ്ടോ? അങ്ങനെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ടുള്ള വിശ്വാസമൊന്നും അല്ല നമ്മുടേത്. അബ്രഹാം നമ്മുടെ വിശ്വാസികളുടെ പിതാവാണ്, മാതൃകയാണെന്ന് പറയുമ്പോൾ ഇത് പറയുന്ന അബ്രഹാമിനെ കുറ്റം പറയാനല്ല. അത്രയും വലിയ വിശ്വാസിക്കും ഒരു കുറവുണ്ടായിരുന്നു. എന്നാലും അങ്ങേരെ കർത്താവ് അനുഗ്രഹിച്ചു, ഇറങ്ങി തിരിച്ചല്ലോ. പക്ഷെ ആ അനുഗ്രഹം പൂർത്തിയാണെങ്കിൽ പറഞ്ഞത് കർത്താവാണ്, അവൻ വിശ്വസ്തനാണ്, അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. പക്ഷെ നമ്മൾ ഈ കുട്ടിക്കുരങ്ങന്മാർ ഇത് പിടിച്ച് നിൽക്കുകയാണ്. ഇത് വിട്ടോണ്ടുള്ള അനുസരണമൊന്നും. ചില സമയത്ത് നമ്മൾ ശുശ്രൂഷയ്ക്കൊക്കെ ഇറങ്ങാൻ വേണ്ടി പിള്ളേരോട് പറയുമ്പോൾ കൃത്യമായിട്ട് കർത്താവ് ഒരു ബോധ്യം തന്നുകൊണ്ട് ചില സമയത്ത് പിള്ളേരോട് പറയാറുണ്ട്, മക്കളെ ടേക്ക് എ കമ്മിറ്റ്മെൻറ്റ്, ഈശോയിലേക്ക് തിരിഞ്ഞോ. നോ, പറ്റുന്നില്ല. ഈ ഈശോയെ അറിഞ്ഞുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ബാക്കി പരിപാടികളൊന്നും നടക്കില്ല, തല്ലിപ്പൊളിത്തരങ്ങളൊന്നും നടക്കില്ല. അതുകൊണ്ടാണ് നമ്മളെ ഈ യൂട്യൂബിലെ തിയറീസ് കണ്ടിട്ട് എത്തയിസ്റ്റായ മണ്ടന്മാരെ കണ്ടിട്ടില്ലേ? അവരെന്തുകൊണ്ടാണ്? ബൈബിൾ വായിക്കാത്തതുകൊണ്ടോ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടൊന്നല്ല. നീ ഈശോയെ വിശ്വസിച്ചാൽ പിന്നെ നിനക്ക് നേരെ നടക്കാൻ പറ്റില്ല, നിനക്ക് ഈ തല്ലിപ്പൊളിത്തരവും നടക്കില്ല. അതുകൊണ്ട് പെട്ടെന്ന് പറയാൻ എളുപ്പം എന്താണ്? വിശ്വാസമൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ അല്ലേ, വിശ്വാസം മോശമല്ലേ, ഇതൊരു പുസ്തകമല്ലേ. പുസ്തകത്തിന് പ്രശ്നം എന്താണ്? ഈ പുസ്തകം വായിച്ചാൽ ലൈഫ് മാറും. പിന്നെ നിൻ്റെ ലൈഫ് ഈ തല്ലിപ്പൊളിത്തരം കാണിച്ചുകൊണ്ട് നിനക്ക് നടക്കാൻ പറ്റില്ല. അതുകൊണ്ട് എളുപ്പം എന്താണ്? ഞങ്ങളങ്ങനെ വിശ്വാസികളൊന്നും അല്ല, ഈ മോഡേൺ യുഗത്തിൽ ഞങ്ങൾ വിശ്വസിക്കണോ?
ഡായ്. നീ ആദ്യം പുസ്തകം വായിക്ക്, നീ ആദ്യം ജീവന്റെ വചനം വായിക്ക്, നിന്റെ ലൈഫ് മൊത്തം മാറും. എളുപ്പം മറ്റേതാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. ഈ അള്ളിപ്പിടുത്തം ഉണ്ട്. ഈ അള്ളിപ്പിടുത്തം അനുഗ്രഹത്തിന് തടസ്സമാണ്. എന്നാച്ചൻ പറഞ്ഞേ, അള്ളിപ്പിടുത്തം അനുഗ്രഹത്തിന് തടസ്സമാണ്. കാരണം പറഞ്ഞതൊരു അച്ഛനല്ല, പറഞ്ഞതൊരു ധ്യാനഗുരുവല്ല, പറഞ്ഞത് ആരാണ്? ഈശോയാണ്. വിട്ടേച്ച് പോകാൻ പറഞ്ഞാൽ വിട്ടേച്ച് പോവുക. ചില സമയത്തുണ്ട് ഞങ്ങൾ ഇവിടെ പിള്ളേരൊക്കെ ഇങ്ങനെ റിലേഷൻഷിപ്പിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് വരുമ്പോഴത്തേനും പറയാറുണ്ട്, മക്കളെ എടാ അത് വിട്ടേരെ, വിട്, മെസ്സേജ് ചെയ്യാതെ കോണ്ടാക്റ്റ് വിട്. ഓർമ്മകൾ വേരോടും ഈ നല്ല കാലത്തും ഓടിക്കളിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ്, അഴലിൻ്റെ ആളങ്ങളിൽ തവൾ മാത്രമായി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരയും. അവളും വിടില്ല. അള്ളിപ്പിടുത്തം വിട്ടാലേ അനുഗ്രഹം വാതിൽ തുറക്കുള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോട് പറ ഹല്ലേലൂയാ. അബ്രഹാം ശരിക്കും കണ്ണും പൂട്ടി അനുസരിക്കുകയല്ല ചെയ്തത്. കൂടെ പോരാനൊരുത്തൻ ചോദിച്ചപ്പോൾ കൂടെ കൂട്ടി. അത് അപകടമാണ് സാറേ. ചില സമയത്ത് പ്രത്യേകിച്ച് കർത്താവ് വിളിച്ചിട്ടുണ്ടെങ്കിൽ കൂടെ ഒന്നിനെയും കൂട്ടല്. ഇല്ലേ കർത്താവ് പറയണം, കാരണം സാറായെ കൂട്ടരുതെന്ന് കർത്താവ് പറഞ്ഞോ? ഇല്ല. സാറായെ തടഞ്ഞൊന്നുമില്ല. കാരണം സാറാ ഉണ്ടെങ്കിലേ ഈ പറഞ്ഞ അനുഗ്രഹം പൂർത്തിയാവുള്ളൂ. തലമുറകളെ അനുഗ്രഹിക്കണം, നിന്നിലൂടെ അടുത്ത ജനറേഷൻ അനുഗ്രഹിക്കണം. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഉപേക്ഷിക്കാൻ പറഞ്ഞു, ഉപേക്ഷിച്ചിട്ടേ പോകാവുള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയാ. എന്താ പ്രശ്നം എന്നറിയോ? ലോത്തിനെ കൂടെ കൂട്ടിയുള്ള പ്രശ്നം എന്താണെന്നറിയോ? അള്ളിപ്പിടിച്ചുള്ള പ്രശ്നം ശ്രദ്ധിക്കണം. 10-ാമത്തെ വാക്യം, 9-ാമത്തെ വാക്യം ശ്രദ്ധിച്ച് 9 മുതൽ വായിച്ചേ. അവിടെ നിന്ന് അബ്രാം നെഗേബിന് നേരെ യാത്ര തുടർന്നു. സോ ഒരു ദേശം ലക്ഷ്യമാക്കി പോവാണ്. ഇപ്പം നെഗേബിലേക്ക് പോകുന്നു. 10-ാമത്തെ വാക്യം ശ്രദ്ധിച്ചോ. അവിടെ ഒരു ക്ഷാമം ഉണ്ടായി. കർത്താവ് 3-4 വാക്യങ്ങൾക്ക് മുമ്പ് എന്നെ പറഞ്ഞേ, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായിട്ട് മാറും. ദിവസങ്ങൾ കഴിഞ്ഞില്ല, ചെന്ന സ്ഥലത്ത് പട്ടിണി. കിട്ടുന്നുണ്ടോ? അള്ളിപ്പിടുത്തം അനുഗ്രഹത്തിന് തടസ്സമാണ്. വിട്ടു പോകാൻ പറഞ്ഞാൽ പറഞ്ഞത് കർത്താവായതുകൊണ്ട് വിട്ടേക്ക്. അതാണ് വിശ്വാസം. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. അവൻ ചെന്ന സ്ഥലത്ത് ക്ഷാമം. അടുത്ത വാക്യം, കടുത്ത ക്ഷാമമായിരുന്നതിനാൽ ഈജിപ്തിൽ പോയി പാർക്കാമെന്ന് കരുതി അബ്രാം അങ്ങോട്ട് തിരിച്ചു. ശ്രദ്ധിക്ക്, പറഞ്ഞത് കർത്താവ്, പോയത് വേറെ വഴിക്ക്. അപകടം. ഈജിപ്തിനെ കുറിച്ചൊക്കെ പിന്നീട് നമ്മൾ വായിക്കും. കിട്ടുന്നുണ്ടോ? പറഞ്ഞത് ഞാനാണ്, നിന്നെ വാഗ്ദത്ത ഭൂമിയിൽ എത്തിക്കാം, ഞാൻ കാണിച്ചിരുന്ന ദേശത്ത് എത്തിക്കാം എന്ന് പറഞ്ഞത് കർത്താവാണ്. ക്ഷാമം വന്നപ്പോൾ നീ നിന്റെ തീരുമാനങ്ങൾ എടുത്തു. അടുത്ത അപകടമുണ്ട്. സ്വന്തം ഭാര്യയെ തള്ളിപ്പറയേണ്ട അവസ്ഥ. ഈ ഭാര്യയെ തള്ളിപ്പറയേണ്ട, കൂടെ നിൽക്കുന്നവളെ, കൂടെ തന്നവളെ വരെ തള്ളിപ്പറയേണ്ട അവസ്ഥ. അപകടം. ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ, നുണ പറയുന്ന അവസ്ഥ. നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം. ഈ 12-ാമത്തെ അധ്യായം അവസാനിക്കുന്നവരെ പിന്നെ അബ്രാം കർത്താവിനെ ഓർക്കുന്നു പോലുമില്ല. കർത്താവെ ക്ഷാമവാ, സഹായിക്ക്, പറഞ്ഞില്ല. ഈജിപ്തിലോട്ട് പൊക്കോട്ടെ, ചോദിച്ചില്ല. ഈ സാറ ഇപ്പൊ കുടുങ്ങി നിൽക്കുകയാണ്, എന്നെ ചെയ്യണ്ടേ, ചോദിച്ചില്ല. അബ്രാം സ്വന്തം തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങാണ്. എന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ കർത്താവിനെ മറന്നുപോയി. പറഞ്ഞേ ഹല്ലേലൂയാ. കിട്ടുന്നുണ്ടോ? അപകടം പിടികിട്ടുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്നതാണ്. ഈശോ വാഗ്ദാനം ചെയ്തു, ഞാൻ സൗഖ്യപ്പെടുത്താം. ഈശോ വാഗ്ദാനം ചെയ്തു, ഞാൻ അനുഗ്രഹിക്കാം. പക്ഷെ അപ്പോഴും നമുക്ക് സംശയമാണ്. അത്രയും വിശ്വാസം ഉള്ളിലോട്ട് വളർന്നിട്ടില്ല. പിടികിട്ടുന്നുണ്ടോ? നമ്മുടെ വിശ്വാസത്തിൻ്റെ അവസ്ഥ എവിടെയാണെന്ന് പിടികിട്ടുന്നുണ്ടോ? അങ്ങനെ അയാൾ യാത്ര മുമ്പോട്ട് പോകുന്നു, അബദ്ധങ്ങൾ വരുന്നു. ഇനി 13-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം ഉറക്കെ വായിച്ചേ. അബ്രാം ഭാര്യയോടും സ്വന്തമായ സകലത്തോടും കൂടെ ഈജിപ്തിൽ നിന്ന് നെഗേബിലേക്ക് പോയി, ലോത്തും കൂടെ ഉണ്ടായിരുന്നു. നെഗേബിൽ നിന്ന് ഈജിപ്തിലേക്ക്, ഈജിപ്തിൽ നിന്ന് നെഗേബിലേക്ക്. എങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല, ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. കൺഫ്യൂഷനായി പോവാണ്. സങ്കടം പറയാറില്ലേ? എന്നെ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. എടാ, നിന്നോട് ചെയ്യേണ്ടത് എന്നാന്ന് പറഞ്ഞായിരുന്നല്ലോ. ഇങ്ങനെ പറയാൻ വേണ്ടി നീ എവിടെയെങ്കിലും കുത്തിയിരുന്ന് ആരാധനയ്ക്ക് ഇരുന്നായിരുന്നെങ്കിൽ, വചനം വായിച്ചിരുന്നെങ്കിൽ കൃത്യമായിട്ട് നീ ആ സ്വരം കേട്ടേനെ. സ്വരം കേട്ടു, വചനം കേട്ടു, വിശ്വസിച്ചു എന്ന് നമ്മൾ പറഞ്ഞു, അനുസരിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. ബട്ട് നോട്ട് 100%. അപ്പോഴും അള്ളിപ്പിടിച്ചു. കൺഫ്യൂഷനായി. അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, ആ ജോലി, ഈ ജോലി, ആ സ്ഥലം, ഈ സ്ഥലം. ശരിയാവൂല സാറേ. കിട്ടുന്നുണ്ടോ? പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് പറ്റിപ്പോയ അപകടം ശ്രദ്ധിച്ച മക്കളെ. കർത്താവ് കൈവിടുവോ? നിന്നെക്കുറിച്ച് വലുത് തയ്യാറാക്കി വെച്ചവന് നീ അപകടത്തിലേക്ക് പോയാലും ഈ കുഞ്ഞ് പൊട്ടത്തരം കാണിച്ചാലും അപ്പന് കൈവിടാൻ പറ്റുമോ? തിരിച്ചു വരാൻ അവൻ അവസരം ഒരുക്കും. അടുത്തൊരു വാക്ക് ശ്രദ്ധിക്കണം. 11-ാമത്തെ വാക്യം.
കാരണം ഇനിയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. ലോത്തിന് സ്വത്ത് വർദ്ധിക്കുന്നു, അബ്രഹാമിന് സ്വത്ത് വർദ്ധിക്കുന്നു, രണ്ടുപേരെയും ഭൃത്യന്മാർ തമ്മിൽ വഴക്കുണ്ടാക്കുന്നു, കലഹം ഉണ്ടാകുന്നു, രണ്ടുപേരും പിരിയേണ്ട ഒരവസ്ഥ വന്നു. പറഞ്ഞേ ഹല്ലേലൂയ. 11-ാമത്തെ വാക്യം, ലോത്ത് ജോർദാൻ സമതലം തിരഞ്ഞെടുത്തു, അവൻ കിഴക്കോട്ട് യാത്ര തിരിച്ചു, അങ്ങനെ അവർ തമ്മിൽ പിരിഞ്ഞു. അബ്രാം കാനാൻ ദേശത്ത് താമസം ആക്കി. കർത്താവ് കാണിച്ചു തന്ന സ്ഥലത്ത് അവൻ താമസം തുടങ്ങി, ലോത്തിനെ വിട്ടു. എന്ന് വെച്ചാൽ അന്ന് പറഞ്ഞ ആ കാര്യം ഇപ്പോൾ അബ്രാം അനുസരിച്ചു. അള്ളിപ്പിടിച്ചാൽ അനുഗ്രഹത്തിന് തടസ്സമാണ്, അനുസരിച്ചാൽ അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറന്നു കിട്ടും. അടുത്ത വാക്ക് ശ്രദ്ധിച്ചോ, 14-ാമത്തെ വാക്യം ഉറക്കെ അങ്ങ് വായിച്ചോ. അബ്രാം ലോത്തിൽ നിന്ന് വേർപെട്ടതിന് ശേഷം, ആ വാക്ക് പ്രധാനാണ്. അബ്രാം ലോത്തിൽ നിന്ന് വേർപെട്ടതിന് ശേഷം കർത്താവ് അബ്രാമിനോട് പറഞ്ഞു, വായിച്ചോ, നീ തലയുയർത്തി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കുക, നീ കാണുന്ന പ്രദേശമെല്ലാം നിനക്കും നിന്റെ സന്താന പരമ്പരകൾക്കും എന്നേക്കുമായി ഞാൻ തരും. പറ ഹല്ലേലൂയ. അനുഗ്രഹം ഒന്നും എവിടെയും തടസ്സപ്പെട്ടിട്ടില്ല. കിട്ടുന്നുണ്ടോ? നമ്മൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കലോചിക്കും, നീ എന്നെ അനുഗ്രഹിക്കാത്ത, പണ്ട് വാഗ്ദാനം ചെയ്താണല്ലോ, വൈ ആർ യു നോട്ട് ബ്ലെസ്സിങ് മീ? ഒന്നും തടസ്സപ്പെട്ടിട്ടില്ല. മക്കളെ, ഇത് വിശ്വസിക്കുക. ഒരനുഗ്രഹവും തടസ്സപ്പെട്ടിട്ടില്ല. വാഗ്ദാനം ചെയ്ത കർത്താവാണെങ്കിൽ അവൻ തരിക തന്നെ ചെയ്യും. നമ്മൾ ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടല്ലോ, പരാതിപ്പെട്ടിട്ടുണ്ടല്ലോ, നീ എന്നെ താമസിക്കുന്നേ, ഈ താമസിക്കുന്ന എന്നാന്ന് ചോദിച്ച് നിൽക്കുമ്പോൾ നിങ്ങളുടെ അനുസരണം, നിങ്ങളുടെ അള്ളിപ്പിടുത്തം നല്ല പോലെ ശ്രദ്ധിക്കണം. വേർപിരിയാൻ പറഞ്ഞാൽ, ഇട്ടേച്ച് പോകാൻ പറഞ്ഞാൽ, കർത്താവാണോ പറഞ്ഞത് അത് കണ്ണും പൂട്ടി അതേപടി അനുസരിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വസിക്കാന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ലടോ. വിശ്വസിക്കാന്ന് പറഞ്ഞാൽ ഈ ബൈബിള് കൈ പിടിച്ചുകൊണ്ട് നമുക്ക് നടക്കാൻ പറ്റും, കൊന്ത താഴെ വെക്കാണ്ട് നടക്കാൻ പറ്റും, കുരിശ് കൈ പിടിച്ചുകൊണ്ടൊക്കെ നടക്കാൻ പറ്റും. വിശ്വാസത്തിൻ്റെ കുറച്ച് എക്സ്പ്രഷൻസ് മാത്രമാണത്. നമ്മൾ എവിടെ എത്തിയിട്ടില്ല. സത്യമായിട്ടൊന്ന് ആത്മശോധന ചെയ്ത്, നമ്മൾ എവിടെ എത്തിയിട്ടില്ല. അനുഗ്രഹം തടസ്സപ്പെട്ടിങ്ങനെ നിൽക്കുകയാണെന്ന് വെച്ചാൽ ഒരു നദി പോലെ ഇതിങ്ങനെ ഒഴുകി വരികയാണ്. ഒരണക്കെട്ട്, അനുസരണക്കേടിൻ്റെ അണക്കെട്ട്, വിശ്വാസമില്ലായ്മയുടെ ഒരണക്കെട്ട് വെച്ച് നമ്മളതങ്ങ് ബ്ലോക്ക് ചെയ്യാണ്. ലോത്തിൽ നിന്ന് അബ്രാം വേർപെട്ടു, ഭും, അണക്കെട്ട്, അനുഗ്രഹത്തിൻ്റെ നീരുറവ വീണ്ടും കണ്ണു തുറക്കുന്നു, പൊട്ടിപ്പുറപ്പെടുന്നു. പണ്ട് അനുഗ്രഹിച്ചോളാം എന്ന് പറഞ്ഞു, പക്ഷെ ഇപ്പം കർത്താവ് ഇങ്ങനെ പറയണത്, നീ എങ്ങോട്ട് നോക്കിയാലും അവിടെ അനുഗ്രഹമായിരിക്കും. കിട്ടുന്നുണ്ടോ? അനുസരിക്കാണ്ട് വന്നപ്പോൾ, നെഗേബിലെത്തിയപ്പോൾ അവിടെ ക്ഷാമം. അനുസരിക്കാൻ തീരുമാനിച്ചപ്പോൾ തെക്കോട്ടോ വടക്കോട്ടോ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ നീ എങ്ങോട്ട് നോക്കിയാലും ഞാൻ നിന്നെ അനുഗ്രഹിക്കും. നമുക്ക് ഇച്ചിരി അനുഗ്രഹം മതിയോ? അതോ ഈ തെക്ക് വഴക്ക് 4 ദിക്കുകളുടെ മേലേക്കും അനുഗ്രഹം? ചെല്ലുന്ന ദേശം, കയറി ചെല്ലുന്ന വീട്, നിങ്ങളെ കണ്ടുമുട്ടുന്ന വ്യക്തികൾ, നിങ്ങളോട് സംസാരിക്കുന്ന ഇടം, നിങ്ങൾ യാത്ര ചെയ്യുന്ന വാഹനം, എല്ലാം ടോട്ടൽ സെക്യൂരിറ്റി, ടോട്ടൽ അനുഗ്രഹം. ഇതിനപ്പുറത്തേക്കൊരു ജീവിതത്തിലും നീ തെക്കോട്ടും വടക്കോട്ടും മാത്രമല്ല, മുകളിലോട്ടും നിൻ്റെ ഉള്ളിലോട്ടും തിരിഞ്ഞു നോക്കിയാലും യു വിൽ ബി എ ബ്ലെസ്സിങ്. നമുക്ക് ശ്രദ്ധിച്ച് മുമ്പോട്ടുള്ള ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഇനി 14-ാമത്തെ അധ്യായത്തിൽ ബൈബിൾ തുറന്നു തന്നെ വെച്ചോ. 14-ാമത്തെ അധ്യായത്തിൽ നിങ്ങളെങ്ങനെ കാണും? ലോത്തിനെ അബ്രാം പോയി രക്ഷിക്കുകയാണ്. ലോത്ത് ഒരു അപകടത്തിൽപ്പെട്ടു. ഇത് കർത്താവ് ഒരുക്കി തരുന്നൊരു അവസരമാണ്. ഒരു പക്ഷേ ഒരിക്കൽ നമ്മിൽ നിന്ന് പിരിഞ്ഞു പോയവർ, ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കണം നമുക്ക്. ഒരിക്കൽ നമ്മളിൽ നിന്ന് പിന്തിരിഞ്ഞു പോയവർ, കേട്ടുന്നുണ്ടോ? നമ്മുടെ സങ്കടത്തിൻ്റെ സമയത്തായിരിക്കും, നമ്മൾ ഐശ്വര്യത്തിൽ നിന്ന സമയത്തായിരിക്കും. നമ്മളിന്ന് 2 സമയത്തും ആൾക്കാർ വിട്ടുപോകാറുണ്ട്. ഉണ്ടോ? നമുക്ക് നമ്മുടെ പണി പാളിയെന്ന് അറിയുമ്പോഴത്തേനും മാറി നിൽക്കുന്ന ആളുകളുണ്ട്. നമ്മളെ കർത്താവ് ഇങ്ങനെ അനുഗ്രഹിച്ച് ഉയർത്തി എന്നറിയുമ്പോൾ അസൂയ കൊണ്ട് മാറി നിൽക്കുന്നവരുണ്ട്, വഴക്കടിച്ച് മാറി നിൽക്കുന്നവരുണ്ട്. പക്ഷേ കർത്താവിൻ്റെ മുമ്പിലേക്ക് നീ വീണ്ടും തിരിച്ചു വന്ന് തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും നോക്കിയാൽ എല്ലാം അനുഗ്രഹമാവെന്ന് പറഞ്ഞ കർത്താവ് നോട്ടം അങ്ങേ അറ്റത്തോട്ട് എത്തിക്കും. ഒരിക്കൽ നിന്നിൽ നിന്ന് പിരിഞ്ഞു പോയവർ നിൻ്റെ സഹായം കൂടാതെ രക്ഷപ്പെടാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അങ്ങനെയും കർത്താവ് അനുഗ്രഹം ഒരുക്കും. പറ ഹല്ലേലൂയ. നീ കർത്താവിൽ ആശ്രയിച്ചതിൻ്റെ പേരിൽ, നീ ഇങ്ങനെ അനുസരിച്ചതിൻ്റെ പേരിൽ, നീ വിശ്വസിച്ചതിൻ്റെ പേരിൽ നിന്നിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പനോ അമ്മയോ ജീവിത പങ്കാളിയോ മക്കളോ ബന്ധുക്കളോ നിന്നിൽ നിന്ന് പോയിട്ടുണ്ടാവും. ഈ വിശ്വാസം കാരണം പോലും ഈശോ പറഞ്ഞില്ലേ, ഞാൻ കാരണം അമ്മ മകനെതിരെ, അമ്മായിയമ്മ മരുമകൾക്കെതിരെ, ഒരു വീട്ടിൽ 2 പേർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നിലുള്ള വിശ്വാസത്തിൻ്റെ പേരിൽ, ഈ വചനത്തിൻ്റെ പേരിൽ. പക്ഷെ അവർ പോലും നിന്നെ കൂടാണ്ട് ജയിക്കാൻ പറ്റില്ല, നിന്നെ കൊണ്ടല്ലാണ്ട്
കയറ്റിക്കൊണ്ട് പോരാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കും. ഒരിക്കൽ മാറി നിന്നവർ, ഒരിക്കൽ തള്ളിപ്പറഞ്ഞവർ, ഒരിക്കൽ ഇട്ടേച്ചു പോയവർ, ഒരിക്കൽ വഴക്കുണ്ടാക്കി പോയവർ, ഒരിക്കൽ ചേർന്ന് നിന്ന് കൂടെ നടന്ന് ചിലപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് മാറി നിന്നവരൊക്കെ നിൻ്റെ സഹായം തേടി എത്തിക്കുന്ന ഒരു കാലത്തേക്ക് കർത്താവ് നിന്നെ അത്രയും വലിയ ഒരനുഗ്രഹമാകും. നിന്നെ അനുഗ്രഹിച്ച് ഒരനുഗ്രഹമാക്കുമെന്ന് പറഞ്ഞാൽ, നിന്നെ ഞാൻ അനുഗ്രഹിച്ചു, ലോത്തിന് നിന്നിൽ നിന്ന് വേർപിരിഞ്ഞു പോയ അവനെപ്പോലും നീ കാരണം ഞാൻ അനുഗ്രഹിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ അനുഗ്രഹിക്കുമ്പോൾ അയാൾക്ക് കിട്ടുന്ന ഒരു എക്സ്ട്രാ ബ്ലെസ്സിങ് ഉണ്ട്. ഈ ഒരു ഒറ്റ പുസ്തകത്തിൽ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് ഈ 14-ാമത്തെ അധ്യായം, മെൽക്കിസേദേക്കിൻ്റെ അനുഗ്രഹം. കർത്താവിൻ്റെ പുരോഹിതൻ, ബൈബിളിൽ നമ്മൾ കാണുന്ന ഒരു പുരോഹിതനാണ്. അയാളെക്കുറിച്ച് പറയാണ്, അയാളുടെ തുടക്കം അറിയില്ല, അവസാനം അറിയില്ല. ഈശോയുടെ പൗരോഹിത്യത്തെക്കുറിച്ചൊക്കെ ഹെബ്രായ ലേഖനം പിന്നീട് പറയുന്നുണ്ട്. മെൽക്കിസേദേക്കിൻ്റെ ക്രമപ്രകാരം അവൻ എന്നേക്കും പുരോഹിതനായെന്ന് വെച്ചാൽ കർത്താവിൻ്റെ ഡയറക്റ്റ് ഒരു ബ്ലെസ്സിങ് കിട്ടുന്നുണ്ടോ? ചുറ്റും നോക്കും മാത്രമല്ല, മുകളിൽ നിന്നും ഒരു ബ്ലെസ്സിങ് ഇങ്ങനെ പൊതിഞ്ഞ് പിടിച്ചുകൊണ്ടിരിക്കും. സന്തോഷത്തോടെ പറ ഹല്ലേലൂയ. 14-ാമത്തെ അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം വായിക്കാമോ? 14:19 അന്ന് ഏറ്റെടുത്ത് വായിച്ചേ. അവൻ അബ്രാമിനെ ആശീർവദിച്ചുകൊണ്ട് പറഞ്ഞു, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ അത്യുന്നത ദൈവത്തിൻ്റെ കൃപാകടാക്ഷം നിന്റെ മേൽ ഉണ്ടാകട്ടെ. പറഞ്ഞേ ആമേൻ. കൃപാകടാക്ഷം എന്ന് വെച്ചാൽ എന്ന് പിടികിട്ടിയോ? കർത്താവിൻ്റെ കരുണയോടുള്ളൊരു നോട്ടം, ഫുൾ ടൈം നിന്നെ നോക്കി നിൽക്കട്ടെ കർത്താവ്. ഇവിടെ മെൽക്കിസേദേക്ക് ഒരു അനുഗ്രഹം, ഒരു ഹെവൻലി ബ്ലെസ്സിങ് കൊടുക്കാണ്. ദൈവത്തിൻ്റെ കൃപാകടാക്ഷം നിന്റെ മേൽ ഉണ്ടാവട്ടെ. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. ബാക്കി നമ്മളിങ്ങനെ അടുത്തൊരു സ്റ്റേജിലേക്ക് കിടക്കുകയാണ്. അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ ആദ്യത്തെ സ്റ്റേജ് അനുസരണക്കേടൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അയാൾ പിന്നീട് അനുസരിക്കാൻ തയ്യാറായി. കർത്താവ് വൈഡ് ഓപ്പൺ ആയിട്ട് ബ്ലെസ്സിങ്ങിൻ്റെ വാതിൽ തുറന്നു കൊടുത്തു. ഇനി രണ്ടാമത്തതാണ് നമ്മൾ ആഴത്തിൽ വായിച്ചിട്ടുള്ള ഒരു ഭാഗം, അബ്രഹാമുമായിട്ട് ഉടമ്പടി. ശ്രദ്ധിച്ചിരിക്കണേ. ആദ്യത്തെ ഒരു വാഗ്ദാനമാണ്, കിട്ടുന്നുണ്ടോ? ആദ്യത്തെ ഒരു വാഗ്ദാനമാണ്. രണ്ടാമത്തത് ഒരു ഹയർ ലെവലാണ്, ഉടമ്പടി ചെയ്യാണ്. വാഗ്ദാനം ചിലപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് തെറ്റിപ്പോകാം. ഉടമ്പടി അൺബ്രേക്കബിൾ, ചെയ്യുന്നത് മനുഷ്യനല്ല, കർത്താവാണ്. കർത്താവ് ചെയ്യുന്ന ഉടമ്പടിയാണ്, ബ്രേക്ക് ചെയ്യില്ല. ആ ഉടമ്പടിയെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം. 15-ാമത്തെ അധ്യായം 1-ാം വാക്യം ഉറക്കെ വായിച്ചേ. അബ്രാമിന് ദർശനത്തിൽ കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. ഉറക്കെ വായിച്ചേ. അബ്രാം ഭയപ്പെടണ്ട, ഞാൻ നിനക്ക് പരിചയമാണ്, നിന്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ നിന്നെ ഷീൽഡ് ചെയ്ത് ഇങ്ങനെ പൊതിഞ്ഞ് പിടിച്ചോളാം. പക്ഷെ ഇത് നേരത്തെ വാഗ്ദാനം കേട്ട പോലെയൊന്നുമല്ല. കുറേ വാഗ്ദാനം കേട്ടാൽ ചിലപ്പോൾ നമുക്ക് ഈ ഒത്തിരി ധ്യാനം കൂടി തഴമ്പായി പോകുന്ന കാണത്തില്ലേ, ആത്മീയതയിലെ തഴമ്പ്. പിന്നെ ഒന്ന് ഏശുകയല്ല, ഇത് നമ്മൾ കുറേ കേട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെ യൂട്യൂബിലൊക്കെ 2x സ്പീഡിൽ ഓടിച്ചിടും. ഇത് കേട്ടിട്ട് എവിടെയെങ്കിലും വേറെ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് അറിഞ്ഞ് നമ്മളിങ്ങനെ ഓടും. അപ്പോൾ അബ്രാമിന് കർത്താവ് ഒരു ഉടമ്പടി ചെയ്യാൻ വേണ്ടി ഒരുങ്ങാണ്. ഞാൻ നിനക്ക് പരിചയമാണ്, ഐ വിൽ ബി വിത്ത് യു. പൊതിഞ്ഞങ്ങ് നിൽക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ഇത് കേട്ട് കഴിയുമ്പോഴത്തേനും അബ്രാമിൻ്റെ റെസ്പോൺസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നേരത്തെ വായിച്ചുള്ളതുകൊണ്ടാണ്. അബ്രാം പറയണ, കർത്താവേ എന്തുട്ട് വാഗ്ദാനം, പരിച, വാള്, മലപ്പുറം കത്തി, ഇത് കുറേ കേട്ടിട്ടുണ്ട്. ഈ വാഗ്ദാനം തരും, അത് തരും, ഇത് തരും, മക്കളെ തരും എന്നൊക്കെ പറഞ്ഞിട്ട് അബ്രാം എടുത്തു പറയുന്നുണ്ട്, ദമാസ്കസുകാരനായ ഏലിയാസർ അല്ലേ ഇനിയുള്ള എൻ്റെ അവകാശി. അതൊരു കുത്തി ചോദിക്കുകയാണ് കർത്താവിനോട്. പറഞ്ഞിട്ട് കുറേ നാളായി. മനസ്സിലാവണ്ടോ? വാഗ്ദാനം, കടം മാറും, രോഗം മാറും, നീ ധ്യാനം കൂടും, നീ പ്രാർത്ഥിക്ക്, എല്ലാ ധ്യാനത്തിനും പോയിട്ട് ഈ വാഗ്ദാനം കേട്ടോണ്ടിരിക്കുകയാണ്. ബൈബിൾ തുറക്കുമ്പോൾ വാഗ്ദാനമാണ്, പക്ഷേ എവിടെ? നോ വെട്ടം. അബ്രാം ചോദിക്കുകയാണ്. ഇനി നിങ്ങൾ പറ, ശരിക്കും അബ്രാം വിശ്വാസിയാണോ ഇപ്പോഴും? അനുസരണക്കേടൊക്കെ മാറി കർത്താവ് ബ്ലെസ്സിങ് കൊടുത്ത് മെൽക്കിസേദേക്കിൻ്റെ ബ്ലെസ്സിങ് കിട്ടി, കടാക്ഷമുണ്ട്. എന്നാലും കർത്താവേ അത് ഇങ്ങനെ കയ്യിലോട്ട് കിട്ടിയില്ലോ. ഇവിടെയാണ് നമ്മൾ കാണുന്നത്. ഞാൻ നിങ്ങളോട് തുടക്കത്തിൽ പറഞ്ഞ, നിങ്ങൾ ചിന്തിച്ചിട്ടില്ലാത്തൊരു കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി പോവാണ്. അബ്രാമിനോട് കർത്താവ് പറയുന്ന ഒരു കാര്യമാണ്, ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞു. എന്നിട്ട് ആകാശത്തോട്ട് നോക്കാൻ പറയും. എന്നിട്ട് എന്നാ പറയുന്നത്? ഈ നക്ഷത്രം പോലെ നിന്റെ മക്കളെ വർദ്ധിപ്പിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ആ വാക്കൊന്ന് എടുത്ത് 5-ാമത്തെ വാക്യം, 15-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം പറഞ്ഞേ, വായിച്ചേ. അവിടുന്ന് അവനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ആകാശത്തേക്ക് നോക്കുക, ആ കാണുന്ന നക്ഷത്രങ്ങളുടെ എണ്ണം എടുക്കാൻ കഴിയുമോ? നിന്റെ സന്താന പരമ്പരയും അതുപോലെ
ആയിരിക്കും. അടുത്ത വാക്കുറക്കെ വായിച്ചേ. അവൻ കർത്താവിൽ വിശ്വസിച്ചു, അവിടുന്ന് അത് അവന് നീതീകരണമായി കണക്കാക്കി. ഈ വാക്ക് മുമ്പേ ഉപയോഗിച്ചിട്ടില്ല, ശ്രദ്ധിച്ചായിരുന്നോ? മുമ്പേ ഇയാൾ വിശ്വാസിയെന്ന് പറയുമ്പോഴും നീതീകരണം എന്നൊരു വാക്ക് കാണുന്നുണ്ടോ? ഇല്ല. പിന്നീട് നമ്മൾ റോമാക്കാർക്ക് ഇത് ലേഖനത്തിൽ പൗലോസിൽ ഇതിനെക്കുറിച്ച് നന്നായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. 4-ാമത്തെ അധ്യായത്തിലൊക്കെ അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ നീതീകരണം എങ്ങനെയായിരുന്നു എന്നൊക്കെ. ഇവിടെ കർത്താവ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചൊറിഞ്ഞു കയറില്ല. കർത്താവ് ഒന്നാമത് ഞാൻ ഊപ്പാട് തെറ്റി നിൽക്കുകയാണ്, അതിൻ്റെ ഇടയ്ക്ക് കോമഡി കാണിക്കരുത്, ആകാശത്തോട്ട് നോക്കിയിട്ട് ദാണ്ടെ ഇതുപോലെ, അത്രയൊന്നും വേണ്ട. ഈ പുറത്ത് തൂക്കിയിട്ടിരിക്കുന്ന ഒരു ക്രിസ്മസ് സ്റ്റാർ പോലെയെങ്കിലും ഒരു കുഞ്ഞുമാവനെത്താ, വലുതൊന്നും വേണ്ടെന്നേ. ഞാൻ ചോദിച്ച ഒരു കുഞ്ഞുമാവനല്ലേ, അത് താ. അതിൻ്റെ ഇടയ്ക്ക് കർത്താവ് കളിയാക്കുവാണോ എന്ന് വരെ ചോദിക്കും. പക്ഷെ എന്നാ തോന്നിയാലും അബ്രഹാം ഒരു ചോദ്യം അവിടെ ചോദിച്ചില്ല. ചോദിച്ചോ? ഞാനാണ് ചോദിച്ചാന്, നിങ്ങളോ 10 ചോദ്യം ചോദിച്ചാൽ. മനുഷ്യൻ ഒന്നാമത് ഇവിടെ തീതി നിൽക്കുകയാണ്. കർത്താവ് എൻ്റെ ഇടയ്ക്ക് അല്ലേ, ചില സമയത്ത് നമ്മളിങ്ങനെ ഊപ്പാട് തെറ്റി നിൽക്കുന്ന സമയത്ത് അച്ഛൻ വന്നിട്ട് പറയണം, ഈശോ അനുഗ്രഹിക്കും കേട്ടോ, അച്ചോ പോ. മനസ്സിലെങ്കിലും പറയാം, അച്ഛൻ പോ. നമ്മുടെ അവസ്ഥ നമുക്ക് അറിയത്തുള്ളൂ. അബ്രഹാം ചോദിച്ചില്ല. ഇതുവരെ ഉപയോഗിക്കാത്തൊരു വാക്ക് വിശുദ്ധരെന്ന് പറയാണ്. അബ്രഹാം വിശ്വസിച്ചു, വിശ്വസിച്ചത് നീതീകരണമായി അവന് ഫലപ്പെട്ടു. അബ്രഹാമിൻ്റെ വിശ്വാസം തെളിയുന്ന ഒരു സമയമാണിത്. എന്താണെന്നറിയോ? നിങ്ങളോട് ഞാനിപ്പോൾ നിങ്ങൾ ഈ സിറ്റുവേഷൻ ഒന്ന് ഇമാജിൻ ചെയ്താൽ മതി. ഇതാ ഞാൻ പറഞ്ഞത്, നിങ്ങളിത് ബൈബിളിൽ ശ്രദ്ധിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ്. അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ ലെവൽ അതാണ്. ദേശം വിട്ടു പോവുക, പ്രിയപ്പെട്ടവർ വിട്ടു പോകുക എന്നുള്ളതൊന്നുമല്ല അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെത്. അയാളുടെ പ്രത്യാശ, നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് ഇങ്ങനെയാണ്. ഹെബ്രായർ 11:1, വിശ്വാസം എന്നാൽ കാണപ്പെടാത്തവ ഉണ്ട്, പ്രത്യാശിക്കുന്നവ ലഭിക്കും. ഈ ഒരൊറ്റ വാക്ക് ശരിക്കും പറഞ്ഞാൽ അബ്രഹാമിൻ്റെ ലൈഫിൽ മുഴുവൻ ഒരു 100% നമ്മളിപ്പോൾ കാണുന്നത് ഈ ഒരു സമയത്താണ്. ആകാശത്തേക്ക് നോക്കുന്നു, അയാൾ എന്നാ കണ്ടു? എന്നെ കണ്ടു പറ. ആര് പറഞ്ഞു നിങ്ങളോട് നക്ഷത്രം കണ്ടെന്ന്? അവിടെ എഴുതി വെച്ചിട്ടുണ്ടോ നക്ഷത്രം കണ്ടെന്ന്? ഈ എഴുതാത്ത വായിക്കരുത് കേട്ടോ. നക്ഷത്രം കണ്ടോ? ഇല്ല. പറ. വിശ്വാസം എന്നാൽ കാണപ്പെടാത്തവ ഉണ്ടെന്നും പ്രത്യാശിക്കുന്നവ ലഭിക്കും. കർത്താവ് പറഞ്ഞു ആകാശത്തോട്ട് നോക്ക്, നക്ഷത്രം കണ്ടോ? കാണൂല സാർ, കാണൂല. എന്താ പ്രശ്നം എന്നറിയോ? വിശുദ്ധരെന്ന് ശ്രദ്ധിച്ച് വായിക്കണം. അതിൻ്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 15:12. സൂര്യൻ അസ്തമിച്ചു കൊണ്ടിരുന്നപ്പോൾ അബ്രാം ഗാഢനിദ്രയിൽ ആണ്ടു. ഇനി 17-ാം വാക്യം വായിച്ചേ. 17 വായിക്ക്. സൂര്യൻ അസ്തമിച്ച് അന്ധകാരം വ്യാപിച്ചപ്പോൾ പുകയുന്ന ഒരു തീച്ചൂള കാണാറായി. എന്താന്ന് വല്ലതും പിടികിട്ടുന്നുണ്ടോ? ഒരു ദർശനത്തിലാണ് ഇങ്ങനെ ഇതെല്ലാം കാണുന്നത്, ദൈവം സംസാരിക്കുന്നത്. ആ ദർശനത്തിൻ്റെ ബാക്കിയായിട്ടാണ് വിളിച്ചിറക്കി കാണിക്കുന്നത്. എടാ, പകലാണ് മുകളിലോട്ട് നോക്കാൻ പറയുന്നത്, മനസ്സിലാവുന്നുണ്ടോ? രാത്രിയിലല്ല. ഇത്രയും കാലം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന കർത്താവ് ഇവനെ ഉറങ്ങി കിടക്കുമ്പോൾ തോണ്ടിയാണ്, ചേട്ടാ നോക്കിയ നക്ഷത്രം നോക്കി, ചുമന്നത് പച്ച നീല. നോ, പകലാണ് വിളിച്ചെഴുന്നേൽപ്പിക്കണത്. ഇറങ്ങ്, കാണാൻ പറ്റുമോ? നിങ്ങളിപ്പോൾ പുറത്തോട്ട് ഇറങ്ങിയിട്ട് നോക്കി. ഇല്ല. വിശ്വാസം എന്നാൽ കാണപ്പെടാത്തവ ഉണ്ട്. കാരണം കർത്താവ് പറഞ്ഞു, നോക്ക് ആകാശത്തിലെ നക്ഷത്രം, നീ കണ്ടില്ലേലും അതവിടെ ഉണ്ടാ. പറഞ്ഞത് കർത്താവാണ്. പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വാസത്തിൻ്റെ ലെവൽ പിടികിട്ടുന്നുണ്ടോ? കൺമുമ്പിൽ ഞാൻ ഇതൊന്നും കാണുന്നില്ലെങ്കിലും വിശ്വാസത്താലേ കാണുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. കിട്ടുന്നുണ്ടോ? ഇത്രയും കാലം രാത്രിയാന്നല്ലേ വിചാരിച്ചോണ്ടിരുന്നേ? നക്ഷത്രം അങ്ങനെ പാട്ടും പാടിയിരുന്ന സമയത്തൊന്നല്ല കർത്താവ് വാഗ്ദാനം കൊടുത്തേ. അത്രയും ലെവൽ വിശ്വാസമാണ്. സത്യമായിട്ട് പറ, ആദ്യം കൈ ഉയർത്തിയവർ, ഇത്രയും വിശ്വാസം നമുക്കുണ്ടോ? അതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവെന്ന് വിളിക്കുന്നത്. കൺമുമ്പിൽ കണ്ടിട്ടില്ലാത്തത് പറഞ്ഞത് കർത്താവായതുകൊണ്ട് അയാൾ വിശ്വസിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ. അത് അബ്രഹാമിന് നീതീകരണമായി ഭവിച്ചു. സെക്കൻഡ് സ്റ്റേജാണ്. ആദ്യത്തെ സ്റ്റേജിൽ സംശയങ്ങളും അള്ളിപ്പിടുത്തമൊക്കെ ഉണ്ട്. കർത്താവ് പിന്നെ അതൊക്കെ മാറുമ്പോൾ അനുഗ്രഹിക്കുന്നുണ്ട്. സെക്കൻഡ് സ്റ്റേജിൽ കർത്താവ് ഉടമ്പടി ചെയ്യുമ്പോഴും അയാളുടെ വിശ്വാസം കൂടുതൽ വളരുകയാണ്. ചോദ്യങ്ങൾ വരുന്നുണ്ട്, മാനുഷികമായിട്ട് ഇതൊക്കെ എങ്ങനെ സംഭവിക്കും, നീ എന്നെ താമസിക്കുന്നതൊക്കെ ചോദിക്കും. പക്ഷെ കർത്താവ് നോക്കാൻ പറഞ്ഞപ്പോൾ നോക്കിയിട്ട് കാണുന്നില്ലാത്തത് പോലും അവൻ വിശ്വസിച്ചു. പറ ഹല്ലേലൂയ. നമ്മളിവിടെ വളരെ സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. അതുകൊണ്ട് ഇനി വിശ്വാസിയാണ്, വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് കർത്താവ് എനിക്ക് തന്നില്ലെന്നൊന്നും പറഞ്ഞേക്കരുത് കേട്ടോ. നമുക്ക് ഈ ലെവലിൽ എത്തിയൊന്ന് നോക്ക്. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കർത്താവ് നോക്കിക്കോളൂന്നേ. എന്നാൽ ഞാനിത് നമ്മുടെ ഒരു ആത്മീയതയുടെ വളർച്ച എവിടെ എത്തണം എന്നുള്ളത് കാണിച്ചു തരികയാണ്. നിങ്ങളുടെ കുഞ്ഞു വിശ്വാസത്തിലും കർത്താവ് ഉറപ്പായിട്ടും
അനുഗ്രഹിക്കും. നിങ്ങളുടെ നിഷ്കളങ്കതയിൽ നമ്മൾ പ്രഭാഷണ പുസ്തകത്തിലൊക്കെ വായിക്കുന്നില്ലേ, നിഷ്കളങ്കൻ്റെ പ്രാർത്ഥന മേഘങ്ങളെ തുളച്ചു കയറുന്നു. പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ല, ജപമാലയെല്ലാം അറിയത്തില്ല, ബൈബിളൊന്നും വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല, ധ്യാനം കൂടിയിട്ട് മനസ്സിലാകുന്നില്ല. നിഷ്കളങ്കമായിട്ടൊരു ദീർഘശ്വാസം അതങ്ങ് എത്തും. പക്ഷെ നമ്മൾ അവിടെ ഇരിക്കരുത്, പാൽക്കുപ്പിയായിട്ടിരിക്കരുത്, കയറിക്കൊണ്ടിരിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഇനി നമുക്ക് നമ്മുടെ സമയത്തിൻ്റെ ഒരു ഇച്ചിരി കുറവുണ്ട്. അബ്രഹാം, ഹാഗാർ, ഇസ്മായിലിൻ്റെ എപ്പിസോഡുകളൊക്കെ നമുക്ക് പിന്നീട് ഏതെങ്കിലും ഒരു സമയത്ത് ചിന്തിക്കാം. ഈ ഒരു വിശ്വാസത്തിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അവസാനത്തെ ഒരു സംഭവമുണ്ട്. അബ്രഹാമിൻ്റെ ബലി 22-ാമത്തെ അധ്യായം എടുക്കാമോ? ഒരു തേർഡ് സ്റ്റേജാണ് അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു തേർഡ് സ്റ്റേജ്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു ക്രിസ്തുമസ് കാലത്തായിരിക്കുമ്പോൾ ഇതും കൂടെ ഒന്ന് കൺക്ലൂഡ് ചെയ്യേണ്ടതുണ്ട്, ഇതുകൂടെ ഒന്ന് അറിഞ്ഞ് കൺക്ലൂഡ് ചെയ്യേണ്ടതുണ്ട്. അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു 3-ാമത്തെ സ്റ്റേജ് അബ്രഹാമിൻ്റെ ബലി. ആരെയാണ് ബലിയർപ്പിക്കാൻ പോണേ? സിക്കാറോ? ആരെയാ? ഇസഹാക്കിന്, ഏകമകനായ ഇസഹാക്കിന്. ചുമ്മാ ഏകമകനെന്ന് അത്ര ഈസി ആയിട്ട് പറഞ്ഞേക്കരുത് കേട്ടോ. ഇവൻ മരിച്ചാൽ വാഗ്ദാനം ഒന്നും ഇനി നടക്കില്ല. പക്ഷേ ഇറങ്ങാൻ പറഞ്ഞത് കർത്താവാണ്, നക്ഷത്രം കണ്ടില്ലേലും ഉണ്ടെന്ന് പറഞ്ഞത് കർത്താവാണ്, ബലിയർപ്പിക്കാൻ പറഞ്ഞതും കർത്താവാണ്. ചില ആളുകളൊക്കെ നമ്മളോട് പറയല്ലേ, ഈ ദൈവം ഇത്രയും ക്രൂരനാണോ, സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ ഏതെങ്കിലും ദൈവം പറയുമോ? നരബലി. ബോധമുള്ള നമുക്കറിയാം ഇത് നരബലി അല്ലെന്ന്. ഇത് അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു എപ്പിസോഡ്. ഒറ്റ സ്റ്റോറി ആയിട്ട് വായിക്കുമ്പോഴേ, ഒറ്റ ത്രെഡിൽ അത് വായിക്കുമ്പോഴേ നമുക്ക് പിടികിട്ടുള്ളൂ ഇയാളുടെ വിശ്വാസത്തിൻ്റെ വളർച്ച കാണിച്ചു തരികയാണ്. കർത്താവ് ക്രൂരനാണെന്ന് കാണിച്ചു തരുവാണോ? അല്ല, കർത്താവ് ക്രൂരനാണെന്ന് കാണിച്ചു തരുന്ന പുസ്തകമൊന്നും അല്ല അത്. അബ്രഹാമിൻ്റെ വിശ്വാസം വളരുന്നു, നമ്മുടെ മുമ്പിൽ ഒരു വെളിച്ചമായിട്ട് നിൽക്കുന്നു. അങ്ങനെ ഒരു ദിവസം രാവിലെ അബ്രഹാം ഇങ്ങനെ എഴുന്നേക്കാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കണം, ഇത് ചുമ്മാ വെറുതെ ബലിയർപ്പണമൊന്നുമല്ല, പാപപരിഹാരം നടത്തുകയാണ്. ചെയ്തു പോയൊരു തെറ്റിന് കർത്താവ് കണക്ക് ചോദിക്കുന്ന ഒരു എപ്പിസോഡാണ്. പിന്നീട് ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയാൽ മതി. ഒരു ദിവസം ഈ സംഭവങ്ങൾ നടക്കുന്നതിന് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഹാഗാറിനെയും മകൻ ഇസ്മായിലിനെയും അതിരാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് ജീനിയിട്ട് കയ്യിലിച്ചിരി എന്തോ കൊടുത്തിട്ട് ഇറക്കി വിടുന്നുണ്ട്. എല്ലാം ശ്രദ്ധിക്കണം. അതിരാവിലെ എഴുന്നേറ്റ് ഒരു മൃഗത്തിൻ്റെ മേൽ ഇരുത്തിയിട്ട് കൊച്ചിനെ, ഏക കുഞ്ഞിനെ മരിക്കാൻ വേണ്ടി വിടുകയാണ്. അനുഗ്രഹം പൂർത്തിയാവണമെങ്കിൽ പരിഹാരം ചെയ്തേ മതിയാവൂ കേട്ടോ. അനുഗ്രഹം പൂർത്തിയാവണമെങ്കിൽ പരിഹാരം ചെയ്തേ മതിയാവുള്ളൂ. അതുകൊണ്ട് ഈ 22-ാം വാക്യം വായിക്കുമ്പോൾ പിടിയിട്ടും അതിരാവിലെ എഴുന്നേറ്റ് ഏക മകനെ എടുത്തുകൊണ്ട് കൊല്ലാൻ കൊണ്ടുപോവാണ്. ഇസ്മായിലിനോട്, ഹാഗാറിനോട് ചെയ്ത ആ തെറ്റ് അതിന് പരിഹാരം ചെയ്യും. അപ്പോഴേ അനുഗ്രഹം പൂർത്തിയാവുള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയ. 2-ാമത്തെ വാക്യം വായിച്ചേ, 22:2. നീ സ്നേഹിക്കുന്ന നിന്റെ ഏക മകൻ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോവുക. അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ അവനെ എനിക്കൊരു ദഹനബലി. കിട്ടുന്നുണ്ടോ? ലേവ്യരുടെ പുസ്തകം വായിക്കുമ്പം ഈ ബലികളെക്കുറിച്ചൊക്കെ നമുക്ക് പിടികിട്ടും. ദഹനബലി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? അത് ചെയ്തേ മതിയോ? കാരണം പിന്നീടുള്ള ഈ എപ്പിസോഡിൽ 2-3 തവണ ഇത് ആവർത്തിക്കുന്നുണ്ട്. 6-ാമത്തെ വാക്യം ഉറക്കെ വായിക്കാവോ? അബ്രാഹം ദഹനബലിക്കുള്ള വിറകെടുത്ത് മകൻ ഇസഹാക്കിൻ്റെ ചുമലിൽ വെച്ചു. ദഹനബലി. ഇനി 7-ാമത്തെ വാക്യം വായിച്ചേ. ഇസഹാക്ക് തൻ്റെ പിതാവായ അബ്രാഹത്തെ വിളിച്ചു. പിതാവേ, എന്താ മകനെ? അവൻ വിളി കേട്ടു. ഇസഹാക്ക് പറഞ്ഞു, തീയും വിറകുമുണ്ടല്ലോ, എന്നാൽ ദഹനബലിക്കുള്ള കുഞ്ഞാടെവിടെ? 3 പ്രാവശ്യമാണ് ദഹനബലി. ലേവ്യരുടെ പുസ്തകം പിന്നീട് എടുത്ത് വായിച്ചു നോക്കണം. ഒരു പരിഹാരം ചെയ്തേ മതിയാവും. ഇസ്മായിലിനെയും ഹാഗാറിനെയും തള്ളിവിട്ടതിന് പകരം അബ്രഹാം, ഒരു വിശ്വാസിയും തൻ്റെ പാപത്തിന് പരിഹാരം ചെയ്യേണ്ടതുണ്ട്. കിട്ടുന്നുണ്ടോ? പ്രാർത്ഥിക്കുമ്പോൾ പാപപരിഹാരം കൂടെ ആവശ്യമാണ്. ചെയ്ത തെറ്റുകൾക്ക് മാപ്പ്. അതുകൊണ്ടാണ് കുമ്പസാരിച്ചിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അഭിഷേകം ഇരട്ടിയാവുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മളിതൊന്ന് അവസാനിപ്പിക്കുകയാണ്. വിശ്വാസത്തിൻ്റെ അങ്ങേയറ്റത്തെ ലെവലിൽ നിന്നുകൊണ്ട് അബ്രഹാം പറയുന്നുണ്ട്, 2 തവണ ആവർത്തിച്ച് പറയുന്നു. അല്ലെങ്കിൽ 2-ാമത്തെ ഒരു ഇസ്രായേൽക്കാരുടെ മുഴുവൻ വിശ്വാസ പ്രഖ്യാപനമായിട്ട് മാറുന്നുണ്ട്. ഇസാക്ക് ചോദിക്കുകയാണ്, കുഞ്ഞാട് എവിടെ? ഉത്തരം എന്താണ്? ദൈവം തരും. ഗോഡ് വിൽ പ്രൊവൈഡ്. യാഹ്വേ ഈരേ. ഈ പുസ്തകത്തിൻ്റെ അവസാനത്തേക്ക്, ഈ അധ്യായത്തിൻ്റെ പകുതിക്കോടം ചെല്ലുമ്പോഴത്തേനും 14-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കും, അബ്രഹാം ആ സ്ഥലത്തിന് യാഹ്വേ ഈരേ എന്ന് പേരിട്ടു. കർത്താവിൻ്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രദാനം ചെയ്യുന്നെന്ന് ഇന്ന് വരെയും പറയപ്പെടുന്നു. എന്ന് വെച്ചാൽ അത് ഇസ്രായേൽക്കാരിലേക്ക് പകർന്നു കിട്ടപ്പെട്ട ഒരു വിശ്വാസമായിരുന്നു. ദൈവത്തിൻ്റെ മലയിൽ ദൈവത്തിൻ്റെ മക്കൾക്ക് ആവശ്യമുള്ളത് ദൈവം തരും. പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വാസം വളരുന്നത് കാണുന്നുണ്ടോ? കൺമുമ്പിൽ കാണാത്തൊരു ദേശത്തേക്ക് പോകുന്നു. കൺമുമ്പിൽ കണ്ടിട്ടില്ലാത്ത നക്ഷത്രം പോലെ കുഞ്ഞുങ്ങളുണ്ടാവുമെന്ന് പറയുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു കുഞ്ഞുണ്ടായപ്പോൾ അതിനെ ബലിയർപ്പിക്കാൻ സമയത്തും ഒന്നും കണ്ടില്ലേലും എല്ലാം കാണുന്ന കർത്താവിനെ നോക്കിയിട്ട് അയാൾ പറഞ്ഞു, ദൈവം തരും. വിശ്വാസം വളരുന്ന കണ്ടോ? പറഞ്ഞേ ഹല്ലേലൂയ.
നമ്മളൊക്കെ നേരെ ചാടി ഈ മൂന്നാമത്തെ സ്റ്റേജിലെത്തി. ദൈവം തരും, എന്നാ തരുമെന്ന് ലോട്ടറി അടിപ്പിക്കും. അതല്ല വിശ്വാസം. ഈ ലെവലിലൂടെ കയറി എത്തുമ്പോഴാണ് അവസാനം ഒന്നും കണ്ടില്ലേലും കയ്യിൽ നിന്നുള്ളതെല്ലാം പോകുന്നൊരവസ്ഥയിലും സ്വന്തം കുഞ്ഞ് മരണത്തിൻ്റെ അടുത്തെത്തി നിൽക്കുന്നത്. ആ മരണത്തിന് ചിലപ്പം കാരണമാകുന്നൊരവസ്ഥയെപ്പോലും, അത് കുഞ്ഞിനെക്കുറിച്ച് ചിന്തിക്കേണ്ട, സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന സമയത്ത് പോലും ഒരാളുടെ ഉള്ളിൽ നിറയാണ് ദൈവം തരും. രക്തസാക്ഷികൾക്കൊക്കെ ജീവൻ കൊടുത്തത് ഒറ്റ കാര്യമാണ്, നിത്യജീവൻ അവൻ തരും. ഇപ്പം കഴുത്ത് പോവും, ഇപ്പം ചോര വീഴും. പക്ഷേ ഇത് കണ്ടോണ്ട് നിൽക്കുന്ന ഒരാൾ, സ്റ്റീഫനൊക്കെ കല്ലേറ് വാങ്ങുമ്പോൾ കൈവിരിച്ച്, സ്വന്തം കൈവിരിച്ച് നിൽക്കുന്നത് മോളിൽ ഒരാളിങ്ങനെ കൈവിരിച്ച് പിടിച്ചുകൊണ്ട് നിൽക്കുന്നതുകൊണ്ടാണ്. ദൈവം തരും. ഇപ്പം ഏറ് കൊണ്ടാലും അവൻ എന്നെ ചേർത്ത് പിടിക്കും, ഇപ്പം ചോര വീണാലും അവൻ്റെ ചോരയിൽ മുക്കി കഴുകിയെടുത്ത് അവൻ എന്നെ ഉയർത്തിയെടുക്കും എന്നൊരു വിശ്വാസം. പറഞ്ഞേ ഹല്ലേലൂയ. ചോദ്യം ഇതായിരുന്നു, കുഞ്ഞാട് എവിടെ? അബ്രഹാം പറഞ്ഞു ദൈവം തരും. കൊടുത്തോ? റാങ്, ദിസ് ഈസ് റാങ്. കർത്താവ് കൊടുത്തില്ലടാ. തെറ്റിച്ച് വായിക്കല്ലേ ബൈബിൾ. എൻ്റെ കയ്യിലുള്ള ബൈബിൾ തന്നെയാണ് നിങ്ങളുടെ കയ്യിലിരിക്കണേ. യെസ്, 13-ാമത്തെ വാക്യം ഉറക്കെ വായിച്ചേ. 22:13. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ തൻ്റെ പിന്നിൽ മുൾച്ചെടികൾക്കിടയിൽ കൊമ്പുടക്കി കിടക്കുന്ന ഒരു മുട്ടാടിനെ കണ്ടു. അവൻ അതിനെ മകന് പകരം ദഹനബലി അർപ്പിച്ചു. പറ, കർത്താവ് കൊടുത്തോ കുഞ്ഞാടിനെ? നോ. കുഞ്ഞാടിനെ തരുമെന്നാണ് പറഞ്ഞേക്കുന്നത്, കുഞ്ഞാടിനെ കിട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത്. കുഞ്ഞാടിനെയാണ് അബ്രഹാം അന്വേഷിക്കുന്നത്. കണ്ടത് മുട്ടാടിനെയാണ്, അവനെയാണ് ബലിയർപ്പിച്ചത്. പിടികിട്ടുന്നുണ്ടോ? അതുകൊണ്ട് യഹൂദ പാരമ്പര്യങ്ങളിൽ വീണ്ടും വീണ്ടും ദഹനബലികൾ അർപ്പിക്കുമ്പോൾ ഒരു മുട്ടാടിൻ്റെ കൊമ്പെടുത്ത് അവർ കാഹളം മൂതിക്കൊണ്ട് ഒരു പ്രാർത്ഥനയുണ്ട്. മനസ്സിലെല്ലാ യഹൂദനും പുരോഹിതനും പാടുന്നൊരു പ്രാർത്ഥന, ബലിക്കുള്ള കുഞ്ഞാട്, പാപപരിഹാരം ദഹനബലിക്കുള്ള കുഞ്ഞാടിനെ നീ ഇതുവരെയും തന്നിട്ടില്ല. ദൈവം തരുമെന്ന് പറഞ്ഞു, പക്ഷെ കുഞ്ഞാടിനെ അല്ല കിട്ടിയത്, മുട്ടാടിനെയാണ് കിട്ടിയത്. കുഞ്ഞാട് വരാനിരിക്കുന്നേ ഉള്ളൂ. അങ്ങനെ കാലം കുറേ മുമ്പോട്ട് പോയപ്പോൾ ഇസഹാക്കിനെ ബലിയർപ്പിച്ച ആ മോറിയ മലയുടെ ഒരു ശൃംഗത്തിൽ ദേവാലയം പണിയും സോളമൻ. ദൈവ സാന്നിധ്യം ആ മോറിയ മലയുടെ ഗിരിശൃംഗങ്ങളിൽ ഒന്നിൽ, ഗാഗുൽത്ത മലയിൽ ശരിക്കുമുള്ള കുഞ്ഞാട് കർത്താവ് കാണിച്ചു കൊടുക്കും. അങ്ങേര് മരണപ്പെടുന്നതിന് മുമ്പ്, കൊല്ലപ്പെടുന്നതിന് മുമ്പ്, ബലിയായിത്തീരുന്നതിന് മുമ്പ്, തൻ്റെ പ്രായത്തിൽ 30-ാം വയസ്സിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരു നദിയുടെ തീരത്ത് നിന്നുകൊണ്ട് താടിയും മുടിയും വളർത്തി ഒട്ടകത്തോലണിഞ്ഞ് തേനും കഴിച്ചുകൊണ്ടിരുന്ന ഒരാൾ പറയും, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, ദിസ് ഈസ് ദ ലാംബ് ഓഫ് ഗോഡ്. അന്ന് അബ്രഹാം പ്രാർത്ഥിച്ചത്, യഹൂദർ കാത്തിരുന്നത്, കാഹളം മുഴക്കിയ ആ കുഞ്ഞാട് ദാ ഇവിടെ. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. ആ കുഞ്ഞാടിൻ്റെ വരവിന് വേണ്ടി നമ്മളിങ്ങനെ അടുത്ത് നിൽക്കുന്നു. ക്രിസ്മസിലെ പുൽക്കൂടിലേക്ക് ചേരുകയല്ല വേണ്ടത്, ഈ ക്രിസ്മസ് പോലും നമ്മളെ എത്തിക്കേണ്ടത് കാൽവരിയിലേക്കാണ്. അവൻ ജനിച്ചത് ജീവിക്കാനല്ല, അവൻ ജനിച്ചത് മരിക്കാനാണ്. എനിക്ക് വേണ്ടി, എനിക്ക് പകരമായി എന്നെപ്പോലെ ഒരു ഇസഹാക്ക്, എന്നെപ്പോലെ വിശ്വാസം നഷ്ടപ്പെട്ട, എന്നെപ്പോലെ അല്പവിശ്വാസിയായ, എന്നെപ്പോലെ അത്ര ട്രസ്റ്റ് ചെയ്യാതിരുന്ന ഒരു അബ്രഹാമിനും ഒരു യഹൂദ ജനതയ്ക്കും ഒരു ദൈവജനത്തിനും വിശ്വാസമില്ലാത്ത സകലർക്കും പരിഹാരമായിട്ട് ലോകത്തിൻ്റെ പാപങ്ങളല്ല, ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഒറ്റ പാപമേ ഉള്ളൂ. ഈ കുഞ്ഞാടിനെ തിരിച്ചറിഞ്ഞില്ല. ക്രിസ്ത്യാനിയായ നീയും ദൈവത്തെ അറിഞ്ഞിട്ടില്ലാത്തവനും ഈ കുഞ്ഞാടിനെ കണ്ടില്ല. കുഞ്ഞാടിനെ കാണാത്തതാണ്, ദൈവത്തെ അറിയാത്തതാണ് ലോകത്തിൻ്റെ പാപം. ആ ലോകത്തിൻ്റെ പാപം മാറ്റുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് അന്ന് മലമുകളിൽ ദൈവം തരുമെന്ന് പറഞ്ഞതുപോലെ കാൽവരിയുടെ ഗിരിമലയിൽ അവിടെ ഒരു കുഞ്ഞാട് നിൽക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. സ്വർഗത്തിലും ഭൂമിയിലും മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല അവൻ്റെ നാമമല്ലാതെ രക്ഷകൻ. ആൻഡ് ഹീസ് കമ്മിങ്. ക്രിസ്മസിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങി, ചുമ്മാ ഒന്ന് പ്രാർത്ഥിച്ചൊരുങ്ങിയാൽ പോരാ, നിന്നെ കണ്ണും പൂട്ടി വിശ്വസിക്കാൻ കുഞ്ഞാടെ അത്ര കണ്ടൊരു വിശ്വാസം എനിക്ക് തരണമേ. എനിക്ക് വേണ്ടി ബലിയായ കുഞ്ഞാടെ, നീ ചിന്തിയ രക്തത്തിന്, അതിൻ്റെ അന്തസ്സിനനുസരിച്ച് വിശുദ്ധിയോടെ വിശ്വാസത്തോടെ ജീവിക്കാൻ കൃപ തരണേന്ന് പ്രാർത്ഥിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങൾ രണ്ടും നെഞ്ചോട് ചേർത്ത് പിടിച്ച്, ഈശോയെ, അബ്രഹാം കാത്തിരുന്ന, വിശ്വാസത്തോടെ കാത്തിരുന്ന കുഞ്ഞാട് നീയാണ്. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം ആരംഭിക്കുമ്പോൾ ഇങ്ങനെ പറയുക, അബ്രഹാമിൻ്റെ പുത്രൻ, ദാവീദിൻ്റെ പുത്രൻ, ഈശോ മിശിഹായുടെ വംശാവലി. അത് കുറേ ആളുകളുടെ പേര് സൂചിപ്പിക്കുകയല്ല, വിശ്വാസത്തോടെ കുഞ്ഞാടിന് വേണ്ടി കാത്തിരുന്ന തലമുറകൾ,
അബ്രഹാം മുതൽ ദാവീദ് വരെ 14 തലമുറകൾ, ദാവീദ് മുതൽ ബാബിലോൺ പ്രവാസം വരെ 14 തലമുറകൾ, ബാബിലോൺ പ്രവാസം മുതൽ വീണ്ടും 14 തലമുറകൾ. കാത്തിരുന്നവർ വിശ്വാസത്തോടെ ചരിത്രം മുമ്പോട്ട് നീങ്ങുന്നു, കുടുംബം വളരുന്നു, രാജ്യം വളരുന്നു, രാജ്യം പിളരുന്നു. അവർ കാത്തിരുന്നു, ഞങ്ങളെ രക്ഷിക്കാനുള്ള മിശിഹ എവിടെ, കുഞ്ഞാട് എവിടെ, ബലിയാകാനുള്ള കുഞ്ഞാട്. കാലത്തിൻ്റെ സമ്പൂർണ്ണതയിൽ, സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ, പ്രവചനങ്ങൾക്കെല്ലാം മുദ്രവെച്ച് വെളിപാടുകളെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് ആ വാക്ക് മാംസം ധരിച്ച് ഈ ഭൂമിയിൽ അവതരിച്ചു. ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. കാൽവരിയിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ അവൻ ഇങ്ങനെ നിന്നു. കാരണം വചനം ഇങ്ങനെ പറയുന്നു, സ്വർഗത്തിലും ഭൂമിയിലും ആകാശത്തിന് താഴെയോ ഭൂമിക്ക് മുകളിലോ രക്ഷയ്ക്കായി മറ്റൊരു നാമമില്ല. ആ നാമം ആകാശത്തിനും ഭൂമിക്കും മധ്യേ 3 ആണികളിൽ തൂങ്ങി നിൽക്കുകയാണ്. അവൻ ജനിച്ചത് ജീവിക്കാനല്ല, അവൻ ജനിച്ചത് മരിക്കാനാണ്. കാൽവരിയിലെ ആ ഒരു കുരിശിൽ അവനെ ചേർത്ത് പിടിച്ചത് 3 ആണികളല്ല, എന്നോടുള്ള അവൻ്റെ വലിയ സ്നേഹമാണ്. കുഞ്ഞാടെ, എൻ്റെ ഈശോയെ, എനിക്ക് വേണ്ടി ബലിയായി തീർന്ന എൻ്റെ ഈശോയെ, ചോരയൊഴുക്കിയ ദൈവത്തിൻ്റെ കുഞ്ഞാടെ, സ്വർഗം കാണിച്ചു തന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ, എൻ്റെ പാപം എടുത്തു മാറ്റുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ, എനിക്ക് വേണ്ടി രക്തം ചിന്തിയ എൻ്റെ ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു.